السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? ആയിക്കോട്ടെ. إلا تنصروه فقد نصره الله إذا أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. പ്രിയമുള്ള സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കൂടിയത് സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഫള് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലും അവന്റെ തൃപ്തിയിലുമായി സിഹത്ത് ആഫിയത്തോടെ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് നാം നമ്മുടെ ക്ലാസ് നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ പഠനാർഹമായ സുപ്രധാനമായ ക്ലാസുകളൊക്കെ ഇതിനു മുൻപ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ വിഷയം ഹിജ്റ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ചുരുളുകളിൽ ഉള്ള രഹസ്യങ്ങളും അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളും അത് വളരെ വിശാലവും ആണ്. അത് ദിവസങ്ങളോളം പറഞ്ഞാലും അവസാനിപ്പിക്കാൻ കഴിയാത്തതുമാണ്. ഓരോ വിഷയങ്ങളെ എടുത്തുകൊണ്ട്, ഓരോ ഘട്ടങ്ങളെ എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിച്ചാലും വളരെ സുപ്രധാനമായ അധ്യാപനങ്ങൾ നമുക്ക് അതിൽ നിന്നൊക്കെ ലഭിക്കുന്നു. ഇന്ന് മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മനുഷ്യ സമൂഹം തന്നെ നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ പ്രശ്നങ്ങൾ, മനുഷ്യൻ നിന്ന് എവിടെയും സമാധാനവുമില്ല, സ്ഥിരതയുമില്ല, ഏറ്റവും കലുഷിതമായ എല്ലാ വക സൗകര്യങ്ങളും ഭൗതിക ഉന്നതികളും മനുഷ്യനുണ്ടായിട്ടും ഒരിക്കലും മനുഷ്യന് ഒരു സമാധാനമില്ലാത്ത അസ്ഥിരത ഉള്ള ഒരവസ്ഥ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഹിജ്റയിൽ പരിഹാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ, അവിടുത്തെ മാതൃകയിൽ അതിനൊക്കെ പരിഹാരമുണ്ട്. അതൊക്കെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താൽ ലോകത്ത് സമാധാനം നിലവിൽ വരും. ലോകത്ത് മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും എല്ലാം അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ഹിജ്റ സംഭവിച്ചതും. ഹിജ്റ സംഭവിക്കാനുണ്ടായ കാരണം, എന്തിനാ അങ്ങനെ ഒരു ഹിജ്റ, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പരിശുദ്ധമായ മുഹറം മാസം കടന്നു വന്നു. മുഹറം മാസം വരുമ്പോഴാണ് നമ്മൾ സാധാരണ പ്രത്യേകമായി, എപ്പോഴും നാം ഹിജ്റയെ സംബന്ധിച്ച് പറയേണ്ട അവസരങ്ങളിലൊക്കെ പറയുന്നു, അതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാലും പ്രത്യേകമായ ചരിത്രത്തെ അയവിറക്കുകയും അതിൽ നിന്ന് പ്രത്യേകം നമ്മളെ സഹോദരന്മാരെ, സമൂഹത്തെ ഓർമ്മിപ്പിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യാൻ പ്രത്യേകമായി നാം ശ്രദ്ധിക്കാറുള്ളത് മുഹറം മാസത്തിലാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത്. എന്താണ് അതിന്റെ കാരണം? അതിനും കാരണമുണ്ട്. മുഹറം മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ, ഹിജ്റ വർഷത്തിന്റെ തുടക്കമാണല്ലോ. ഹിജ്റ വർഷത്തിന്റെ തുടക്കമാണ് മുഹറം മാസം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന നിശ്ചിതമായ പരിമിതമായ ഏതാനും വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ഒക്കെ, ഇതിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി അതിന് തിരിച്ചു വരികയില്ല. പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു. ഇനി എത്രയാണ് നമുക്കുള്ളത് എന്ന് നമുക്കാർക്കും അറിയുകയും ഇല്ല. ഇതാണ് ഹിജ്റ വർഷം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ബാക്കിയുള്ള വിഷയങ്ങളിലേക്കൊക്കെ ചിന്തിക്കുന്നതിന്റെ മുൻപ്, എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു, ഇനി എനിക്ക് അധികം ഉണ്ടോ, എത്ര ഉണ്ട് അറിയില്ല. കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെയാണ് അവിടെ എഴുതപ്പെട്ടിട്ടുള്ളത് അതും അറിയില്ല. ഈ വരാനിരിക്കുന്ന അല്ലെങ്കിൽ പുതിയ വർഷത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക അതും അറിയില്ല.
അപ്പോ അതൊക്കെ നാം വളരെയേറെ ഈ സമയത്ത് പ്രത്യേകമായി ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഹിജ്റയിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ടുന്ന അല്ലെങ്കിൽ ഇത്തരം ക്ലാസുകളിൽ നിന്നും ഈ പാഠങ്ങളിൽ നിന്നൊക്കെ നാം ഉൾക്കൊള്ളേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എങ്കിലേ നമ്മൾക്ക് ഈ ശ്രമങ്ങളൊക്കെ ഫലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ സാധാരണ വന്നു പോകുന്നത് പോലെ പല സംഭവങ്ങളും നാം കാണുന്നു, ഉണ്ടാകുന്നു, അതങ്ങനെ കഴിഞ്ഞു പോവുകയുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം മാസത്തെ വളരെയേറെ ബഹുമാനിക്കുകയും വളരെയേറെ ഗൗരവത്തോടെ അതിന്റെ മഹത്വത്തെ സമൂഹത്തെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, യുദ്ധം ഹറാമായ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറം. ആ മുഹറം മാസത്തെ പഴയ കാലം മുതൽക്ക് തന്നെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. അത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിൽ നിന്ന് അവർക്ക് ബാക്കി കിട്ടിയത് എന്ന നിലക്ക് അവരതിനെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അത് ഏറെ ബഹുമാനമുള്ള മാസം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ ശ്രേഷ്ഠതയുള്ള മാസം ഏതാണ് എന്ന് ചോദിച്ചു. റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള മാസം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിന്റെ റസൂൽ ഈ മുഹറമിനെ ഷഹ്റുല്ലാഹി എന്നാണ് പ്രയോഗിക്കുന്നത് തന്നെ. അത് വളരെയേറെ നാം ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ തന്നെയാണ് എല്ലാ മാസങ്ങളും അള്ളാഹുവിന്റെ തന്നെ. അള്ളാഹു തആല തന്നെ അതിനൊക്കെ നിശ്ചയിച്ചതും തീരുമാനിച്ചതും. അപ്പോ ശ്രേഷ്ഠതയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് റമളാനാണ്. പക്ഷെ റമളാനിനല്ല ആ പേര് വന്നിട്ടുള്ളത്. റമളാനിനാണ് എല്ലാ അർത്ഥത്തിലുമുള്ള ശ്രേഷ്ഠതകൾ ഉള്ളത്. പക്ഷെ ഈ ഒരു മഹത്വം അത് മുഹറമിനാണ് ലഭിച്ചത്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറമാണ്, ഹുർമത്തുള്ള മാസമാണ്. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ഏറെ സൂക്ഷിക്കപ്പെടേണ്ട മാസമാണ് അള്ളാഹുവിന്റെ മാസമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞത് അല്ലാഹു തആല ആ മാസത്തിൽ ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിൽ ഒരു ജനതയുടെ മേൽ അല്ലാഹു തആല തൗബ സ്വീകരിച്ചു. ഇനി മറ്റു ജനങ്ങളുടെ മേലിലും മറ്റു ആളുകളുടെ മേലിലും അല്ലാഹു തആല തൗബ സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് മുഹറമിൽ നോമ്പെടുക്കണം. അപ്പോ തൗബ സ്വീകരിക്കപ്പെടാൻ, പാപമോചനം ലഭിക്കാൻ ഏറെ പ്രതീക്ഷിക്കപ്പെടാവുന്ന മാസമാണ് മുഹറം. അതുകൊണ്ട് മുഹറം മാസത്തിൽ കഴിയുന്ന അത്ര നോമ്പെടുക്കുക എന്നത് ഏറെ സുന്നത്തുള്ള പുണ്യകർമ്മമാണ്. വളരെ ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രേഷ്ഠത ഉള്ളതായി പഠിപ്പിച്ചതാണ്. അപ്പൊ തന്നെ ആ മുഹറമിന്റെ മഹത്വം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, അതിലും പ്രത്യേകമായി മുഹറം 9, 10 എന്നീ ദിവസങ്ങൾ നമുക്കറിയാം. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കേണ്ടതില്ല. പക്ഷെ അതിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അതുകൂടി ഉണർത്തി ഞാൻ ഹിജ്റയിലേക്ക് കടക്കാം. അതെന്താണെന്ന് വെച്ചാൽ മുഹറം 9, 10 10ന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അത് ഏറ്റവും മുഅക്കദായ വളരെ ശക്തമായ സുന്നത്താണ്. മുഹറം 10ന്റെ സുന്നത്ത്. മുഹറം 10 എന്ന് പറയുന്നത് 9, 10 എന്നാണ് എന്ന വിഷയത്തിൽ വലിയ തർക്കങ്ങളാണ് ഇപ്പോ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ മുതൽക്ക് വാട്സപ്പിലും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തർക്കിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ഇപ്പോ 2 ദിവസം ജീവിക്കും. അത് റമളാൻ വരുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും അങ്ങനെ തർക്കിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ ഓരോ രംഗങ്ങൾ വരുമ്പോഴും അവസരങ്ങൾ വരുമ്പോഴും തർക്കിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോ വേറെ ചില ആളുകൾ ഇപ്പൊ തുടങ്ങിയ ചെറു തർക്കമാണ് എന്നാണ് മുഹറം. അപ്പൊ ഇനി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾ, അതിന് വേണ്ടി കുറെ സമയം കളയലുകളാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദ് പറഞ്ഞു, അദ്ദേഹം അബുദാബി ഔക്കാഫിലേക്ക് നേരിട്ട് ഫോൺ ചെയ്യുകയും അവിടെ നിന്ന് വിവരം ലഭിച്ചത് UAE-യിൽ മുഹറം 9, 10 വെള്ളി ശനി ദിവസങ്ങളിലാണ്. ഇവിടെ സാധാരണ വിതരണം ചെയ്യുന്ന കലണ്ടർ സൂചിപ്പിച്ചത് പ്രകാരമല്ല, വെള്ളി ശനി ദിവസങ്ങളിലാണ് 9, 10 എന്ന വിവരം ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോ അവിടെ അത് പ്രകാരം സൗദിയിലൊക്കെ അങ്ങനെ തന്നെയാണെന്ന വാർത്ത ആദ്യം തന്നെ വന്നിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ബുധനാഴ്ച കണ്ടിട്ടില്ല എന്നത് പ്രകാരം 30 തേച്ചും കൊണ്ട് പിന്നെ വെള്ളി ശനി 9, 10 തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ 10ന്റെ അന്ന് നോമ്പെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിക്കുന്ന കാലത്ത് തന്നെ മക്കക്കാർ മുഹറം 10നെ ബഹുമാനിച്ചിരുന്നു, നോമ്പെടുക്കാറുണ്ടായിരുന്നു. അതും റസൂലുള്ളാഹിയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളും, അവിടെ ജൂതന്മാരുണ്ട്, അവരും നോമ്പെടുക്കുന്നുണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുകയും യൗമുൻ സ്വാലിഹുൻ നജ്ജല്ലാഹു ഫീഹി മൂസ എന്ന് അവർ മറുപടി പറഞ്ഞു. ഈ മുഹറം 10 എന്ന് പറഞ്ഞത് അത് നല്ലൊരു ദിവസമാണ്. അവർ പറഞ്ഞ മറുപടി അതാണ്. കാരണം നജ്ജല്ലാഹു ഫീഹി മൂസ, അന്ന് മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷിച്ചു എന്ന് പറഞ്ഞു.
ഇത് പറഞ്ഞപ്പോൾ അതായത് ഫിറഔനെ നശിപ്പിക്കുകയും ശത്രുക്കളെ നശിപ്പിക്കുകയും മൂസ അലൈഹി സ്വലാമിനെയും ജനങ്ങളെയും സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അള്ളാഹുവിന്റെ പ്രത്യേകമായ വലിയ ഒരു സഹായം ലഭിച്ച ദിവസമാണ് മുഹറം 10 എന്ന് അവർ മറുപടി പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് തിരിച്ചു പറഞ്ഞത് എന്താണ്? അന അഹഖു ബി മൂസ മിൻകും, ഞാനാണ് മൂസ അലൈഹിസ്സലാമുമായി നിങ്ങളെക്കാൾ ബന്ധമുള്ള ആള്. മൂസാ നബിനുമായിട്ടുള്ള മൂസാ നബിന്റെ ജനങ്ങള് എന്ന ബന്ധത്തിലാണല്ലോ ജൂതന്മാര് ആ ദിവസം നല്ല ദിവസമാണെന്ന് വെച്ചിട്ട് അതിന് ശുക്രായും കൊണ്ട് അഥവാ ലഭിച്ച സഹായത്തിന് നന്ദിയായും കൊണ്ട് നോമ്പെടുക്കുന്നത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? ഞാനാണ് നിങ്ങളെക്കാൾ മൂസാ നബിയുമായി ബന്ധപ്പെട്ടയാൾ. അപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച സഹായം, ആ സഹായത്തിന് ശുക്രായി അതിന് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ അർഹൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ നോമ്പെടുക്കുകയും വാമറ ബിസിയാമിഹി, ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ മുഹറം 10 നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പന കൊടുക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പല വിഷയങ്ങളിലും നമുക്ക് സംശയങ്ങളും, സംശയിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന ആളുകൾ വരുമ്പോ നമുക്കൊന്നും പറയാൻ കഴിയാതെ എന്താണാവോ ഉസ്താദേ ഇതാ വന്നിക്കണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബേജാറാവേണ്ടുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാവാനുള്ള കാരണം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കി വെക്കാത്തതാണ്. അത് മനസ്സിലാക്കിയാൽ അത് നമ്മൾ ശരിക്കും അതിനെ സംബന്ധിച്ച് ചിന്തിക്കും പഠിക്കും ചെയ്താൽ നമ്മുടെ ഈ സംശയങ്ങൾക്കൊന്നും പിന്നെ പലപ്പോഴും വഴിയില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ മൂസ അലൈഹിസ്സലാമിന് ലഭിച്ച സഹായത്തിന് ശുക്റായും കൊണ്ടാണ് ജൂതന്മാർ നോമ്പെടുത്തത്. ആ സമയത്താണ് റസൂലുള്ളാഹി പറയുന്നത് എങ്കിൽ ഏറ്റവും അർഹൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നോമ്പെടുക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് മുഹറം 10 നോമ്പെടുക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട് റസൂലുള്ളാഹി അങ്ങനെ കൽപ്പിച്ചു? അപ്പോൾ അത് ശറഅായി സുന്നത്തായി. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം കൂടി റസൂലുള്ളാഹി അവിടെ നമുക്ക് വിവരിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. ആ സംഭവത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരാണ്. അതെന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാമിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മൂസ അലൈഹിസ്സലാം. ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വർഷത്തിൽ ഒരു മുഹറമിൽ ഒരു 10 മൂസ അലൈഹിസ്സലാമിന് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സഹായം ലഭിച്ചു. വളരെ നല്ല പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നിഅമത്താണ് അള്ളാഹുവിന്റെ സഹായം ലഭിച്ചു. ആ സഹായം അന്ന് ലഭിച്ചതിന് ശുക്റായും കൊണ്ടാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നോമ്പെടുത്തത്, റസൂലുള്ളാഹി നോമ്പെടുക്കാൻ കൽപ്പിച്ചത്. ഇന്നും മുസ്ലിമീങ്ങൾ മുഹറം 10 നോമ്പെടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ നിഅമത്തിന് ശുക്ർ അർപ്പിക്കുകയാണ് എന്നാണ് ഇപ്പൊ അതിന്റെ ചുരുക്കം. ആ നിഅമത്തിന് ശുക്ർ നൽകുകയാണ് എന്നാണ് അതിന്റെ ചുരുക്കം. ഏത് നിഅമത്തിന്? മൂസ അലൈഹിസ്സലാമിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലഭിച്ച നിഅമത്തിന് ശുക്റായും കൊണ്ടാണ് ഇന്നും മുസ്ലിമീങ്ങൾ നോമ്പെടുക്കുന്നത്. ഇനി ഖിയാമത്ത് നാൾ വരെ നോമ്പെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിന്റെ രഹസ്യം അതാണ്. ഇത് നമ്മെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വർഷത്തിൽ ഒരു മുഹറം മാസത്തിൽ ആ ഒരു ദിവസം മുഹറം 10 എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായി. ആ ദിവസത്തിലാണ് ആ നിഅമത്ത് സംഭവിച്ചത്, അള്ളാഹുവിന്റെ സഹായം സംഭവിച്ചത്. ഇനി ആ ദിവസം ഉൾക്കൊള്ളുന്ന ആ മുഹറം 10, ആ 10 ഉൾക്കൊള്ളുന്ന മുഹറം മാസം, ആ മുഹറം മാസം ഇനി എന്നൊക്കെ ഖിയാമത്ത് നാൾ വരെ തിരിച്ചു വരുന്നോ ആ സമയങ്ങളിലൊക്കെയും ആ ഖിയാമത്ത് നാൾ വരെയും ആ മുഹറം 10 ഉൾക്കൊള്ളുന്ന മുഹറം തിരിച്ചു വരുമ്പോഴൊക്കെ ആ മുഹറമിന് മഹത്വമുണ്ട് എന്നല്ല, ആ മുഹറം 10 പ്രത്യേകമായ സ്ഥാനവും ആ ബഹുമാനവുമുണ്ട്. അന്ന് ആ സംഭവിച്ച നിഅമത്തിന് ശുക്റായും കൊണ്ട് എന്ത് ചെയ്യണം? ആ സംഭവിച്ച നിഅമത്തിന് ശുക്റായും കൊണ്ട് ഇനി ഖിയാമത്ത് നാൾ വരെ ആ ദിവസത്തിൽ പ്രത്യേകമായ ശുക്ർ അർപ്പിക്കുകയും ചെയ്യണം എന്നാണ് ആ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഒരു നിഅമത്ത്, അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് ലഭിച്ചാൽ ആ നിഅമത്തിന് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അതെപ്പോഴും നമ്മൾ അത് പ്രകടിപ്പിക്കണം. എങ്ങനെയൊക്കെ അള്ളാഹുക്ക് നന്ദി ചെയ്യാൻ കഴിയുക? അത് പല തരത്തിലാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകളെ കൊണ്ട് അവന് ശുക്ർ ചെയ്യുക, അതന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ അതെപ്പോഴും ചെയ്യണം. എന്നാൽ ആ നിഅമത്ത് ലഭിച്ച ദിവസം വർഷത്തിൽ എപ്പോഴൊക്കെ തിരിച്ചു വരുന്നോ അന്നൊക്കെ ആ ദിവസത്തെ പ്രത്യേക ദിവസമായി കണക്കിലെടുക്കുകയും ആ ദിവസത്തിൽ പ്രത്യേകമായി അള്ളാഹുവിന് ശുക്ർ നന്ദി ചെയ്യുകയും ചെയ്യണം. അതെങ്ങനെ? നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ നോമ്പെടുക്കണം.
അതാണ് ഇപ്പൊ നമുക്ക് അവിടെ ഉണ്ടായത്. എന്നാൽ ഇനി നോമ്പെടുക്കുന്ന ആൾക്ക് നോമ്പ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരാൾ നോമ്പെടുത്തുകൊണ്ട് ഖുർആൻ ഓതാനിരുന്ന അപ്പൊ ദീനിന്ന് പുറത്തു പോവോ? ഇല്ല. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുന്ന വിധത്തിൽ അയാൾ സദക്ക കൊടുത്തു, അല്ലെങ്കിൽ കുറെ സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ കുറെ ദിക്റും തസ്ബീഹും ഒക്കെ ചൊല്ലി, എന്നാലോ അതൊക്കെ ശുക്ർ തന്നെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ തന്നെയാണ്. ശുക്ർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ അമലുകളെ കൊണ്ടും സാധ്യമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന സ്ഥിരപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എന്ന് അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിച്ചോ, ആ നിഅമത്ത് ലഭിച്ച ദിവസം വർഷത്തിൽ എന്നൊക്കെ തിരിച്ചു വരുന്നോ അന്ന് ആ ദിവസത്തെ പ്രത്യേകമായി കണക്കിലെടുക്കുകയും അന്ന് പ്രത്യേകമായ ഇബാദത്തുകളെ കൊണ്ട് ശുക്ർ ചെയ്യുകയും ചെയ്യണമെന്ന ഒരടിസ്ഥാനം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനം സ്ഥിരപ്പെട്ടു. ഇതിവിടെ സ്ഥിരപ്പെടുത്തി ഒരു വിഷയത്തിൽ നമുക്കത് പഠിപ്പിച്ചു തന്നു. ദീനിൽ സ്ഥിരപ്പെട്ട ഒരു അസുലാണത്, അടിസ്ഥാനമാണത്. ദീനിൽ സ്ഥിരപ്പെട്ട അടിസ്ഥാനങ്ങൾ അംഗീകരിക്കലാണ് മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യത. ദീനിൽ ഒരു കാര്യം റസൂലുള്ളാഹി തങ്ങൾ അടിസ്ഥാനപരമായി സ്ഥിരപ്പെടുത്തി തന്നാൽ ആ അടിസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെയും അതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇവിടെ മൂസ അലൈഹിസ്സലാമിന് ലഭിച്ച സഹായത്തിന് ശുക്റായിട്ടാണ് നമ്മളും ഇപ്പോ നോമ്പെടുക്കുന്നത്, അല്ലേ? എങ്കിൽ മൂസ അലൈഹിസ്സലാമിന് ലഭിച്ച നിഅമത്തിന് ശുക്റായിട്ട് നോമ്പെടുക്കുന്ന നമ്മൾ നമുക്ക് ലഭിച്ച നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? ഇതൊക്കെ എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? ബാധ്യസ്ഥരല്ലേ? ആണെങ്കിൽ നമുക്ക് ലഭിച്ച ഒരുപാട് നിഅമത്തുകളുണ്ട്. നമുക്കും ഇതുപോലെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു വലിയ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? മൂസ അലൈഹിസ്സലാമിന് ലഭിച്ചു, അതെ, അതൊരു നിർണായക ഘട്ടത്തിൽ ലഭിച്ച സഹായം തന്നെയായിരുന്നു. അതുപോലെ നമുക്കും നിർണായക ഘട്ടത്തിൽ ഒരു സഹായം ലഭിച്ചിട്ടുണ്ട്. അതേതാണെന്ന് നമുക്കറിയില്ലേ? അതാണ് ബദറിന്റെ ദിവസത്തിൽ ലഭിച്ച സഹായം. ബദറിന്റെ ദിവസത്തിൽ നമുക്ക് ലഭിച്ച സഹായം ചെറുതായിരുന്നോ? അതൊരു നിർണായക ഘട്ടമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറഞ്ഞതെന്താ? അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഇസാബത്തു ഫലൻ തുഅബദ. ഈ സമൂഹം ഇവിടെ വന്നിട്ടുള്ള മുസ്ലിമീങ്ങൾ ഏതായാലും തുച്ഛം മുസ്ലിമീങ്ങൾ, അവർ ഇവിടെ നശിച്ചിട്ടുണ്ടെങ്കിൽ, അവരിവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ആളുണ്ടാവൂല എന്നാണ് പറഞ്ഞത്. പിന്നെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ആരുണ്ടാവില്ല എന്ന് വെച്ചാൽ ഈ ദീനിന്റെ അന്ത്യം അവിടെ ഉറച്ചു, അന്ത്യമായിരിക്കും അത്. പിന്നെ ഈ ദീൻ ഇവിടെ നിലനിൽക്കില്ല എന്ന് ഈ ദീൻ നമുക്ക് വളരെ സുന്ദരമായി കൈമാറി കിട്ടിയതിൽ അന്ന് ലഭിച്ച ആ സഹായത്തിന് മുഖ്യമായ പങ്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണമായ പങ്ക് ആ ദിവസത്തിൽ ലഭിച്ച സഹായത്തിനുള്ളതാണ്. അന്ന് ആ മഹാന്മാരായ സ്വഹാബിമാര് സ്വീകരിച്ച ധീരമായ നിലപാട്, ധീരമായ സേവനം, അവരുടെ അധ്വാനം, അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളൊക്കെ മുസ്ലിമീങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളൊക്കെ പേര്, അല്ലെ? ഈ തൗഹീദിന്റെ ഒക്കെ പേരിലൊക്കെ നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഈ തൗഹീദ് നമുക്ക് എങ്ങനെ കൈമാറിക്കിട്ടും? അതിവിടെ സംഭവിക്കില്ല, അവസാനിക്കുന്നല്ലേ റസൂലുള്ളാഹി എന്ന് പറഞ്ഞത്. അതിവിടെ നമുക്ക് ലഭിച്ചെങ്കിൽ അതൊരു വിഷയം തന്നെയല്ലേ? അതല്ലേ വിഷയം. നമ്മൾ ഇന്ന് മുസ്ലിമീങ്ങളായത്, തൗഹീദിന്റെ അഹ്ലുകാരായത് എന്തുകൊണ്ടാ? അന്ന് ആ കിട്ടിയ സഹായത്തിന്റെ പേരിലാ. അത് വലിയൊരു ഘട്ടം തന്നെയായിരുന്നു. ആ സഹായം ലഭിച്ചതിന് നമ്മൾ എപ്പോഴും ശുക്റുള്ളവരായിരിക്കണം. എന്നാൽ ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസം തിരിച്ചു വരുമ്പോ മാസത്തിന് മറ്റു നിലക്കും ബഹുമാനമുണ്ട്. ആ ദിവസത്തെ ആ നിലക്ക് തന്നെ പ്രത്യേകം തിരിച്ചറിയുകയും ആ ദിവസത്തിൽ ആ സംഭവത്തിന് നമ്മാൽ കഴിയുന്ന വിധത്തിലുള്ള ആ നിഅമത്തിന്, ആ സഹായത്തിന് നമ്മാൽ കഴിയുന്ന വിധത്തിലുള്ള ശുക്ർ ചെയ്യുകയും വേണം. ഇത് അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടതാ. ഇതിങ്ങനെ ഓരോന്ന് സംഭവിക്കുമ്പോഴും ഓരോ നിഅമത്ത് വരുമ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അത് സാമാന്യ ബുദ്ധിയും തന്റെ ഇടം സമനിലക്ക് കുഴപ്പമില്ലാത്ത ആളുകൾക്കൊക്കെ അത് തിരിയണം, ബോധ്യപ്പെടണം. അങ്ങനെയാണല്ലോ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനം നമുക്ക് പഠിപ്പിച്ചു തന്നാൽ പിന്നെ അതിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആ നിയമം അതിന് ബാധകമാണ്. അതെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ലേ? മൂസാ നബിക്ക് കിട്ടിയ സഹായത്തിന്റെ പേരിൽ നമ്മൾ ശുക്ർ ചെയ്യണം, ബാധ്യസ്ഥരാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ സഹായത്തിന്റെ മേൽ നമ്മൾ ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ? അത് റസൂലുള്ളാഹിയോട് പഠിപ്പിച്ചു തന്നു, സ്ഥിരപ്പെട്ടു. പിന്നെ അതിനെ നിഷേധിക്കാൻ പോവലല്ല. ഇനി ഓരോ നിയമത്ത് വരുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒരട്ടം പറഞ്ഞാൽ തന്നെ നമുക്കിത് തിരിയണം. എത്ര പറഞ്ഞാലും തിരിയാത്ത ആളുകൾ, അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വട്ടം പറഞ്ഞു തന്നാൽ കാര്യം ബോധ്യപ്പെടണം. അങ്ങനെയാണ് വേണ്ടത്. എത്ര പറഞ്ഞാലും തിരിയില്ല, അതിന് വേറെയാണ് ചികിത്സ. അതിന് ഇത്തരം ചികിത്സകളൊന്നും ഫലിക്കുകയുമില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന റഹ്മത്ത്, റസൂലുള്ളാഹി തങ്ങൾ തന്നെ നമുക്ക് റഹ്മത്താണ്.
തങ്ങൾ വന്നതാണ് തങ്ങളുടെ ഉമ്മത്തിൽ നാം ഉൾപ്പെട്ടത്, തങ്ങൾ വന്നതാണ് ഈ ദീൻ നമുക്ക് ലഭിച്ചത്. അള്ളാഹുവിന്റെ റസൂല് തന്നെ നിഅമത്താണ്, റഹ്മത്താണ്, അല്ലേ? റഹ്മത്താണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹു മിന്നത്ത് നൽകിയതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്തായിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞു. എങ്കിൽ ആ നിഅമത്ത് ലഭിച്ചതിന് നമ്മൾ എപ്പോഴും ശുക്റുള്ളവരായിരിക്കണം. ആ നിഅമത്ത് ലഭിച്ച ദിവസം അത് പ്രത്യേകത ഉള്ള ദിവസമാണ്. അതിനെ പ്രത്യേകമായി കണക്കിലെടുക്കുകയും ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസം എന്നൊക്കെ തിരിച്ചു വരുന്നോ ആ ഖിയാമത്ത് നാൾ വരെ അതിന്റെ മഹത്വം നിലനിൽക്കുന്നു. അതിന്റെ പ്രാധാന്യം കണക്കിലെടുക്കണം. ആ ദിവസത്തിൽ പ്രത്യേകമായി കഴിയുന്ന തരത്തിൽ അതിനെ ഗൗനിച്ചുകൊണ്ട് ശുക്ർ ചെയ്യുകയും വേണം. അതും ഈ അടിസ്ഥാനത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി, ആ രാത്രിയിൽ എന്താ ഉണ്ടായത്? വലിയ 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 നിഅമത്തുകൾ ലഭിച്ചു, അല്ലേ? നമുക്കൊന്നും ഊഹിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ പരിധിക്ക് അപ്പുറമുള്ള നിഅമത്തുകളാണെന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് ലഭിച്ചത് ഉമ്മത്തിന് ലഭിച്ചത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായ ഒന്ന് 5 വഖ്ത് നമസ്കാരം നമുക്ക് അല്ലാഹു തആല തന്നു. ഈ 5 വഖ്ത് നമസ്കാരമാണ് മനുഷ്യനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം, അല്ലേ? അത്രയും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമേറിയ ഇബാദത്താകുന്ന നമസ്കാരം നമുക്ക് ലഭിച്ചു. അത് നിഅമത്താണെന്ന ബോധമുള്ളവർക്കൊക്കെ നിഅമത്താണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് ലഭിച്ച നിഅമത്തിന്റെ കാരുണ്യത്തിന്റെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ആ സഹായങ്ങളും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ആ ദിവസം എന്ന് തിരിച്ചു വരുന്നോ അപ്പോ അതിനെ പ്രത്യേകം കണക്കിലെടുക്കണം. അതിനെ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് ആ നിയമത്തിന് പ്രത്യേകമായി ശുക്ർ ചെയ്യണം. ഇതും ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽപ്പെട്ട തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇതൊരു കാരണങ്ങളിൽ പല കാരണങ്ങളും പല അടിസ്ഥാനങ്ങളും അതിനുണ്ടാവും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമ്പ്രദായം റബീഉൽ അവ്വൽ വരുമ്പോ, അല്ലെങ്കിൽ ബദരീങ്ങളുടെ ആണ്ട് വരുമ്പോ, അല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജിന്റെ ദിവസങ്ങൾ വരുമ്പോ നാം അതിനെ ആ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് ആ നിഅമത്തിനെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും അവിടെ നമ്മൾ കഴിയുന്ന തരത്തിലുള്ള ഇബാദത്തുകളെ കൊണ്ടും സൽക്കർമ്മങ്ങളെ കൊണ്ടും അതൊക്കെ ധന്യമാക്കുന്നതും ഇതൊക്കെയാണ് അതിന്റെ കാരണം. അത് റസൂലുള്ളാഹി ഇവിടെ പഠിപ്പിച്ചു തന്ന അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നതൊക്കെയും അതിൽ ഉൾക്കൊള്ളുന്നതുമാണ്. അത് ഇനി ഓരോ നിഅമത്തുണ്ടാവുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഇത് ഞാൻ പറഞ്ഞു വന്നത് മൊത്തത്തിലാവട്ടെ, ഇനി വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന നിഅമത്തുകളാവട്ടെ, വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന നിഅമത്താണെങ്കിൽ പോലും നമ്മൾ അവിടെ അള്ളാഹുവിന് കഴിയുന്ന വിധത്തിൽ ശുക്റുള്ളവരായിക്കൊണ്ടിരിക്കണം. അതേ സമയത്ത് ദിവസം വരുമ്പോ അതിനെ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹു നൽകിയ നിഅമത്ത് എന്ന നിലക്ക് അതിന് ശുക്റുള്ളവരായിരിക്കുകയും വേണം. അതൊക്കെ അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ടതാണ്. അതാണ് ആ പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. ദീനിന്റെ അടിസ്ഥാനങ്ങളൊക്കെ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്കും ഉണ്ടാവണ അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും ഓരോ നാട്ടിലുണ്ടാകുന്ന നിഅമത്തുകൾക്കൊക്കെ അങ്ങനെ ഖുർആന്റെയും ആയത്തിറങ്ങാനും ബുഖാരിന്റെ നടുക്കണ്ടത്തിലെ ഹദീസ് ഉണ്ടാവാനും പോവേണ്ട ആവശ്യമില്ല. അടിസ്ഥാനം പഠിപ്പിച്ചു തന്നു, പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ആ പരിധിയിൽ വരുന്നതൊക്കെയും ആ നിലക്ക് കണക്കാക്കി ചെയ്യണം എന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെയാണ് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്. നിഷേധിക്കാൻ മാത്രം നടക്കുന്നവർക്ക് എന്താവില്ല, ഇനി എത്ര ബുഖാരിയിൽ തന്നെ പറഞ്ഞാലും അത് മനസ്സിലാവുകയുമില്ല. അതിന് ആ രൂപത്തിൽ തന്നെ കണ്ടാൽ മതി. ഇത് നാം ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് എപ്പോഴും ഓർമ്മ വേണം. ഇത് ഇങ്ങനെ കേട്ട് അപ്പുറത്തു കൂടെ വിടാനുള്ളതല്ല. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഹിജ്റനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ എന്താണ് ഇപ്പൊ ഈ ഹിജ്റ, എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്തിനാണ് അങ്ങനെ ഒരു ഹിജ്റ സംഭവിച്ചത്? ഒരുപാട് വശങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആദ്യമായി നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹു പറഞ്ഞയച്ച റസൂൽ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മക്ക, അല്ലെ? ആ സ്ഥലത്ത് അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കാനും അതിനെ പ്രചരിപ്പിക്കാനും സാധ്യമല്ലാതെ എന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹി മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. എന്താ ഇതിന്റെ ആവശ്യം? ആ മക്കയിൽ തന്നെ ദീനിന് വേരോട്ടമുണ്ടാക്കാവുന്ന സാഹചര്യം അള്ളാഹുവിന് ഉണ്ടാക്കാൻ കഴിയുമല്ലോ. എന്തിനാണ് അങ്ങനൊക്കെ ഒരു ഹിജ്റ ഉണ്ടായത്? അതല്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. എന്തിനാണ് അത് ഉണ്ടായത്? ആലോചിക്കേണ്ട വിഷയമാണത്. അല്ലെങ്കിൽ എത്രയോ സമൂഹങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റിസാലത്തിനെ ധിക്കരിച്ച, അമ്പിയാക്കളെ തള്ളിപ്പറഞ്ഞ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ സ്വീകരിക്കാൻ തയ്യാറാവാതിരുന്ന ശത്രുക്കളെ നശിപ്പിച്ചതിന്റെ കഥകൾ എത്രയോ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചില്ലേ?
ഇതൊക്കെ അവിടെ സംഭവിച്ചതാണല്ലോ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനങ്ങളെ അല്ലാഹു തആല എങ്ങനെ നശിപ്പിച്ചത്? അത് ഒരു മലക്കും കൊണ്ട് പൊന്തിച്ചതാണ്. അവരുടെ ഭൂമി ഇങ്ങോട്ട് ഉയർത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ നാട്ടിലുള്ള പക്ഷികളുടെയും കോഴികളുടെയും കരച്ചിലൊക്കെ ആകാശത്തുള്ളവർ കേട്ടു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് അതിങ്ങോട്ട് മറിച്ചിടല്ലേ ചെയ്തത്. ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഒരു ചിറകുകൊണ്ട് ഇങ്ങനെ ഒന്ന് തുടച്ചാൽ മക്കക്കാർക്ക് പിന്നെ അഡ്രസ് ഉണ്ടാവോ? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ മുഅ്മിനീങ്ങളാകും. എല്ലാവരും വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർള്, എല്ലാവരും ഇവിടെ മുഅ്മിനീങ്ങളായിക്കോളും. അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നവരെ അള്ളാഹു തആല എന്ത് ചെയ്യും? വളരെ നിമിഷം നേരം കൊണ്ട് നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല, അള്ളാഹു നശിപ്പിക്കാൻ കഴിയുള്ളവനാണ്. എങ്കിൽ പിന്നെ എന്തിനാ ഇത് സംഭവിച്ചത്? അത് തന്നെ മക്ക എന്ന് പറയുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം, അവിടെ അതിന് അവസരമില്ലാതെ ഹിജ്റ സംഭവിക്കുന്നു അല്ലേ? ഹിജ്റ സംഭവിക്കുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഹിജ്റ സംഭവിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നത് വളരെ അത്ഭുതകരമായ ഒരു പോക്ക്. അതായത് വളരെ സൂക്ഷിച്ചുകൊണ്ടും ശത്രുക്കളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ, അവരെ കയ്യിൽ വീഴാതിരിക്കാൻ വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്ത്രപരമായി അള്ളാഹുവിന്റെ റസൂല് പുറപ്പെടുന്നു. യാത്രയിലുടനീളം അങ്ങനെ ശ്രദ്ധിക്കുന്നു, അങ്ങനെ പോകുന്നു. ഒളിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പോക്ക് അതല്ലേ ഉണ്ടായത്. എന്നാ പിന്നെ നമുക്കറിയാം, ചരിത്രത്തിന്റെ ഓരോ ഭാഗങ്ങളും നമുക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവേണ്ടുന്ന ആ ദിശയിലേക്കല്ല ആദ്യം തന്നെ പോയത് അല്ലേ? ഗുഹയിൽ പോയിരുന്നു. ഈ ഗുഹ ഏത് ഭാഗത്താ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ട ദിശയിലല്ല. അപ്പൊ നേരത്തെ മറ്റൊരു ദിശയിൽ പോകാൻ, അതായത് റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിമാരിൽ പലരും മദീനയിലേക്ക് പോയിട്ടുണ്ട്, അതവർക്കറിയാം. അപ്പൊ എന്തായാലും റസൂലുള്ളാഹി അങ്ങോട്ട് തന്നെ ആയിരിക്കും പോവുക എന്ന് കണക്കാക്കി നേരെ മദീനയുടെ ഭാഗത്തേക്കായിരിക്കും അവരാദ്യം ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു ദിശയിൽ അവരെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആദ്യം തന്നെ മറ്റൊരു ദിശയിലേക്ക് പോയി. അതൊരു തന്ത്രപരമായി സ്വീകരിക്കുന്ന ഒരു മാർഗമായിരുന്നു. അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് അവർക്ക് വേണ്ടുന്നത് കൊണ്ടുപോയി കൊടുത്തതും ഈ ഗുഹയിലിരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ മക്കക്കാരുടെ വിവരങ്ങൾ, അവരൊക്കെ എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്നുള്ള വിവരങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനും മകളെ ഏൽപ്പിച്ചിരുന്നു. ഈ കുട്ടി നടന്നു പോകുന്ന കാലടയാളം മണ്ണിൽ പതിയും. അത് പതിഞ്ഞാൽ ശത്രുക്കൾ ശ്രദ്ധിക്കും. അത് ശ്രദ്ധിക്കാതിരിക്കാൻ എന്ത് ചെയ്തു? സിദ്ദീഖ് എന്നവരുടെ അടിമയോട് ആ ആടിനെ ആദ്യം ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് മാഞ്ഞു പോയിക്കോളൂല്ലോ. ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നു, വളരെ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നു, വളരെ രഹസ്യമായി പോകുന്നു. അതേസമയം എന്നാ പിന്നെ ഈ ഹിജ്റ സംഭവിക്കുന്നതിന്റെ ഒരു വർഷം മുമ്പാണല്ലോ ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത്. ഒരു വർഷം മുമ്പല്ലേ ഇസ്രാ മിഅ്റാജ് ഉണ്ടായത്. ആ ബുറാഖൊന്നും ഇങ്ങോട്ട് കൊടുത്തയച്ചാൽ മതിയായിരുന്നില്ലേ? അല്ലെങ്കിൽ അതുപോലെ അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്ര എളുപ്പത്തിൽ മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ എത്തിക്കാൻ കഴിയും. അതുമല്ല, ഈ ഹിജ്റ സംഭവിക്കുന്നതിന്റെ ഓരോ രംഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതെന്താ? ഒരിക്കൽ ഹിജ്റ പോകുന്നതിന്റെ മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലുള്ള സമയത്ത് കഅബയുടെ തണലിൽ റസൂലുള്ളാഹി ഇങ്ങനെ ഇരിക്കുകയാണ്. കൈ ഇങ്ങനെ ചായ്ച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെന്നുകൊണ്ട് തങ്ങളോട് പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിമാരിൽ പലരും ശത്രുക്കളുടെ ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായ ആളുകൾ, കാലൊടിഞ്ഞവരും മുറിവേറ്റവരും അടികിട്ടിയവരും പ്രയാസപ്പെടുന്നവരും ഇങ്ങനെ വരും. അപ്പോ ഇങ്ങനത്തെ ഒരവസ്ഥ നിലനിന്നപ്പോ പോയി ചോദിച്ചു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഞങ്ങൾക്ക് സഹായം തേടുന്നില്ലേ? അങ്ങൊന്ന് ദുആർക്കുകയാണെങ്കിൽ ഈ ശത്രുക്കളുടെ ശർറ് അവസാനിച്ചു കിട്ടുമല്ലോ എന്ന് ഞാൻ ചോദിച്ചു. ഇത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞത്, ഖദ് കാന മിൻ ഖബ്ലക്കും യൂഖദു റജുലു ഫയുഹ്ഫറു ലഹു ഫിൽ അർളി ഫയുജഅലു ഫീഹാ ഫയുജാഉ ബിൽ മിൻശാരി ഫയുളഉ അലാ റഅസിഹി ഫയുജഅലു നിസ്ഫൈനി. നിങ്ങൾക്ക് പ്രയാസങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ ദ്വാരക്കണില്ല എന്നാണ് ചോദിച്ചത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, മുൻഗാമികളിൽ പലരും മുഅ്മിനീങ്ങളായ അള്ളാഹുവിൽ വിശ്വസിച്ച അല്ലെങ്കിൽ മുർസലീങ്ങളെ വിശ്വസിച്ച ആളുകൾ പലരും വളരെ വളരെ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചവരാണ്. ഏറെ അനുഭവിച്ചവരാ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ, മുഅ്മിനായ മനുഷ്യനെ കൊണ്ടുവന്ന് ഒരു കുഴി കുഴിച്ചുകൊണ്ട് അതിൽ നിർത്തും.
എന്നിട്ടിങ്ങനെ കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് പകുതിയൊക്കെ ആക്കി നിർത്തിയിട്ട് എന്ത് ചെയ്യും, മണ്ണിടും. എന്നിട്ട് ഈർച്ചവാള്, മരം ഈരാൻ വേണ്ടി, മരം രണ്ടായി പിളർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈർച്ചവാൾ, അപ്പുറം നിന്നുകൊണ്ട് ഇങ്ങനെ വലിക്കുന്ന വാള്, ഈ വാള് കൊണ്ടുവന്ന് ഇയാളുടെ തലയിൽ വെച്ചുകൊണ്ട് അപ്പുറം ഇപ്പുറം നിന്നിങ്ങനെ ഈർന്നുകൊണ്ട് 2 കഷ്ണമായി, 2 പൊളിയായി, 2 പകുതിയായി മറിഞ്ഞു വീഴുന്നത് വരെ ഇങ്ങനെ മനുഷ്യന്മാരെ കൊന്നിരുന്നു. 2 കഷ്ണമാക്കി ഈർന്ന് കൊന്നിരുന്നു. ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങൾ. അതുപോലെ തന്നെ മുഅ്മിനായ മനുഷ്യനെ ജീവനുള്ള മനുഷ്യനെ ഇരുമ്പിന്റെ ചീർപ്പുകളെ കൊണ്ട്, മൂർച്ചയുള്ള ചീർപ്പുകളെ കൊണ്ട് അയാളുടെ എല്ലും ഇറച്ചിയും 2ആക്കി ഇങ്ങനെ എല്ലിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ ചീർപ്പ് കൊണ്ട് വാർന്നെടുത്ത് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് ചീന്തിയെടുക്കുന്ന അവസരങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മുഅ്മിനായതിന്റെ പേരിൽ. ഇതൊക്കെ ഉണ്ടായാലും, ഇതൊക്കെ സഹിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യില്ല, എന്ത് ചെയ്യില്ല, ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, എന്നാലും ദീനിൽ നിന്ന് പിന്മാറുകയില്ലായിരുന്നു. എന്ത് തന്നെ സംഭവിച്ചാലും അവരുടെ ഈമാൻ അവർ കളയുകയില്ല, ദീനിൽ നിന്ന് അവർ പിന്മാറുകയില്ല. അങ്ങനെ വരെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യം കൂടി, വല്ലാഹി ലയത്തിമ്മന്ന ഹാദൽ അംറു ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف الا الله والذئب على غنمه ولكنكم تستعجلون. അല്ലാഹുവാണ് സത്യം. ഈ ദീൻ ഇവിടെ പൂർത്തിയാവുക ചെയ്യും, അതുറപ്പാണ്. ഈ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും, ഇതിവിടെ വിജയിക്കുകയും ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ യസീറ الراكب من صنعاء الى حضرموت, യമനിലെ സൻആ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യമനിലെ ഹളർമൗത്ത് എന്ന് പറയുന്ന സ്ഥലം വരെ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ലാ യഖാഫു ഇല്ലല്ലാഹ്, അല്ലാതെ ഒരാളെയും ഭയപ്പെടേണ്ടുന്ന അവസ്ഥ ഇല്ലാത്ത, ഒരു വസ്തുവിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്ത നിലയ്ക്ക് ഈ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടും. വല്ല ആട് അതുപോലെയുള്ളതുണ്ടെങ്കിൽ വല്ല ചെന്നായ അങ്ങനെ വന്നിട്ട് പിടിക്കോന്ന് തുടങ്ങിയുള്ള പേടിയല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ലാത്ത തരത്തിൽ ഈ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടും. അതിവിടെ സംഭവിക്കുന്ന ചെയ്യും. ഈ ദീനിനെ ഇവിടെ ഇല്ലാതാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ ആർക്കും കഴിയില്ല. ആ റസൂലുള്ളാഹിക്ക് നല്ല ഉറപ്പ് തന്നെയാണ്, അത് ആദ്യമേ അറിയാം. അതാണ് ആ പറഞ്ഞത്, ഒരിക്കലും റസൂലുള്ളാഹിക്ക് ഒരു കോട്ടം വരൂല, തങ്ങളെ വധിക്കാൻ ആരും മെനക്കെട്ടിട്ടും കാര്യമില്ല, നടക്കണ കാര്യമല്ല. അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ആദ്യമേ അറിയും. മാത്രമല്ല ആ പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ, ഈ ദീൻ ഇവിടെ പൂർത്തീകരിക്കും, സുരക്ഷിതത്വം ഉണ്ടാവും. പറഞ്ഞ വാക്ക് നോക്ക്, ഈ ദീൻ ഇവിടെ പൂർത്തിയാകും. എത്രത്തോളം എന്ന് വെച്ചാൽ ആർക്കും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സുരക്ഷിതനായി യാത്ര ചെയ്യാൻ കഴിയും. എന്ന് വെച്ചാൽ ഈ ദീൻ എവിടെ വരുന്നോ, ഈ ദീനിന്റെ വിജയം എവിടെ ഉണ്ടാകുന്നോ അവിടെ സുരക്ഷ സ്ഥാപിക്കപ്പെടും, സമാധാനം സ്ഥാപിക്കപ്പെടും, എല്ലാവരും സുരക്ഷിതരാകും. ഇത് ദീന് റഹ്മത്തിന്റെ ദീനാണ്, ഇത് സലാമിന്റെ ദീനാണ്. ഈ ദീൻ എവിടെ ഉണ്ടോ അവിടെ സുരക്ഷയുണ്ട്, ആ നാട്ടിൽ സമാധാനമുണ്ട്, അവിടെ ഒരിക്കലും ആരുമാരെയും ആക്രമിക്കുകയില്ല. ദീൻ നിലനിർത്തണം, ദീനായി അവിടെ നിലനിർത്തണം, എങ്കിൽ അവിടെ സുരക്ഷയും സമാധാനമുണ്ട്. അതുവിടെ നിലനിർത്തിയപ്പോൾ ചരിത്രം നമുക്കത് കാണിച്ചു തന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും അതിന് ശേഷം പല പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കാലത്തും ദീനായി അങ്ങോട്ട് നടപ്പിൽ വരുത്തിയപ്പോ, മുസ്ലിമീങ്ങൾ അതിനാണ് തയ്യാറായപ്പോൾ, ഒരാട് പോലും ഒരു കൊമ്പുള്ള ആട് പോലും കൊമ്പില്ലാത്ത ആടിനെ കുത്തുന്ന അവസ്ഥ പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ദീൻ എവിടെ ഉണ്ടോ അവിടെ സുരക്ഷിതത്വമുണ്ട്, ഈ ദീൻ എവിടെ ചൊല്ലുന്നോ അവിടെ സമാധാനം സ്ഥാപിക്കപ്പെടും. അതും കൂടി അവിടെ പഠിക്കണം. ആ നിലക്ക് ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഒരിക്കലും തങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല റസൂലുള്ളാഹി തങ്ങൾക്കറിയാം. വലാകിന്നക്കും തസ്താജിലൂന, പക്ഷെ നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ് എന്നുകൂടി പറഞ്ഞു. നിങ്ങൾക്ക് തിരക്കാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ദീനിന്റെ പേരിൽ അതൊക്കെ സഹിക്കേണ്ടി വന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, നമ്മളതിന് തയ്യാറല്ല. ഇതിലൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. മറ്റ് നാട്ടിലെ പല സംഭവങ്ങളും, നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും നമ്മെ ഈ നിലക്ക് കൂടി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുമ്പോൾ അള്ളാഹ് നല്ലവണ്ണം പരിശോധിക്കും. മുഅ്മിനാണെന്ന് പറയുമ്പോൾ അള്ളാഹ് നല്ലവണ്ണം പരീക്ഷിക്കും. അള്ളാഹ്ക്ക് ഇവിടെ ആരും ഏറൂല. അപ്പൊ അള്ളാഹു തആല ശരിക്ക് പരീക്ഷിക്കും. പരീക്ഷയിൽ വിജയിച്ചവൻ തന്നെയാണ് മുഅ്മിനായ അള്ളാഹ് പരിഗണിക്കുള്ളൂ.
അള്ളാഹു താല പരീക്ഷിക്കുമെന്നുള്ളത് തന്നെ പറഞ്ഞല്ലോ. അള്ളാഹു താല പരീക്ഷിക്കും. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. ആരാണ് യഥാർത്ഥ സ്വാദിക്കായ മുഅ്മിൻ, ആരാണ് അല്ലാത്ത കാദിബ് കള്ളം പറയുന്നവൻ ആരാണെന്ന് അള്ളാഹു താല എന്ത് ചെയ്യും? ശരിക്ക് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോ അങ്ങനെയാണ് അതിന്റെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമേ അറിയാം. മാത്രമല്ല ഹിജ്റയുടെ ഈ യാത്രവേളയിൽ തന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബേജാറ് കാണുമ്പോ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബേജാറ് അത് പലപ്പോഴും നമുക്കറിയാം. ചിലപ്പോൾ മുന്നിൽ നടക്കും, ചിലപ്പോൾ പിന്നിൽ നടക്കും. പിന്നിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് തോന്നുമ്പോ മുന്നിൽ നിന്ന് ആരെങ്കിലും വരുമെന്ന് തോന്നുമ്പോ അവിടെ നടക്കും. ഇങ്ങനെ ബേജാറാവുകയാണ് സിദ്ദീഖെന്നവര്. വാലദ്ദീൻ, ഈ ദീനിന്റെ കാര്യം എന്താകും? ഈ ദീന് റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ ദീന് ഏറ്റെടുക്കാനും ഈ ദീന് പ്രചരിപ്പിക്കാനും അത് പൂർത്തിയാക്കാനും ഒരാളുണ്ടാവില്ലല്ലോ എന്ന ഈ ബേജാറ് കണ്ടപ്പോൾ, വിഷമം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖെന്നവരോട് പറഞ്ഞു, ഹവ്വിൻ അലൈക, വിഷമിക്കേണ്ട സിദ്ദീഖെ, അത്ര പ്രയാസപ്പെടുന്നു വേണ്ട. ഹവ്വിൻ അലൈക, അതത്ര വിഷമിക്കാനൊന്നുമില്ല. ഫഇന്നല്ലാഹ ഖദ് ഖളാ ലിഹാദൽ അംരി ബിന്നസ്രി വത്തമാം. ഈ ദീൻ ഇതിവിടെ വിജയിക്കുക തന്നെ ചെയ്യും, അതിവിടെ പൂർത്തിയാവുക ചെയ്യും. ഒരു സംശയവുമില്ല. റസൂലുള്ളാഹി തങ്ങളെ ഒന്നും ചെയ്യാൻ ഒരാൾക്കും കഴിയൂല. അത് അപ്പൊ തന്നെ ഈ ഹിജ്റയിൽ പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹിജ്റയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ റസൂലുള്ളാഹി തങ്ങളെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല. അത് ഉറപ്പാണ്. വേറെ ഒരു സംഭവം, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖ് എന്നവരും കൂടി യാത്ര പോകുന്നതിനിടയിൽ ഒരു ആട്ടിടയന്റെ അടുത്ത് വന്നു. ആട്ടിടയനോട് ചോദിച്ചു, പാലുണ്ടാ എന്റെ അടുത്ത് കുടിക്കാനെന്ന്. അപ്പൊ അയാളുടെ അടുത്ത് ഏതില്ല, പാലൊന്നുമില്ല, കറക്കാൻ പറ്റിയ ആടുമില്ല. അടുത്ത് ഗർഭം ധരിച്ച കറ വറ്റിയ ഒരു ഏതുണ്ട്, ആട് എന്നാണ് ചില റിവായത്തുകളിൽ ആടുണ്ട്, അതിന് പാലില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആടിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആടിനെ കൊണ്ടുവന്നു. അതിന് കറവറ്റിയതാണ്, പാലില്ലാത്തതാണ്. റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ അവിടൊന്നും ഇങ്ങോട്ട് തടവി. എന്നിട്ട് റസൂലുള്ളാഹി എന്തോ ദുആ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പാലങ്ങോട്ട് കറന്നിട്ട് സിദ്ദീഖ് എന്നവർക്ക് കുടിക്കാൻ കൊടുത്തു, ആട്ടിടയന് കുടിക്കാൻ കൊടുത്തു, മറ്റുള്ളവർക്ക് കുടിക്കാൻ കൊടുത്തു. പിന്നെ റസൂലുള്ളാഹിയും കുടിച്ചു. ഇത് കണ്ടപ്പോ ആട്ടിടയൻക്ക് വലിയ അത്ഭുതമായി. തനിക്കറിയാം ഈ ആടിനെ തന്റെ ആടാണ്, ഇത് കറവറ്റിയത്, അതിന് പാലില്ല എന്നുള്ള കാര്യം അറിയാം. ഇതൊന്നും കൊണ്ട് തടവി എന്തോ ചൊല്ലി പിന്നെ അങ്ങോട്ട് കറക്കുന്നത് കണ്ടപ്പോ ഇയാൾക്ക് അത്ഭുതമായി. അപ്പൊ നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന്. അത് ആരാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ആരാന്ന് പറയാ, പക്ഷെ ഈ മറച്ചു വെക്കോ, തെക്തുമു അന്നി എന്ന് ചോദിച്ചു. ഈ ആരോടും പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ, ആരോടും പറയരുത് കേട്ടോ. അപ്പൊ ഞാൻ മറച്ചു വെച്ചോളാം, ആരോടും പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അന മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാനാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചോദിച്ചപ്പോ ആട്ടിടയൻ പറഞ്ഞു, ആ ഖുറൈശികള് സ്വാബി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അതെ, അവരങ്ങനെ പറയാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾക്ക് കട്ടുണ്ടോ അല്ലല്ലോ. അപ്പൊ ഇയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളെ കൂടെ കൂടണം, തങ്ങളെ കൂടെ പോകണം. അയാൾക്ക് പിന്നെ ആടൊന്നും വിഷയമല്ല, തങ്ങളെ കൂടെ കൂടണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അമ്മൽ യൗമ ഫല, ഇന്ന് ഇപ്പൊ വരണ്ട, ഇപ്പൊ ഞങ്ങളെ കൂടെ കൂടണ്ട. ഫൈദാ സമിഅത അന്നാ ഖദ് ലഹർനാ ഫഅതിനാ, ഇനി നീ ഒരു വാർത്ത കേൾക്കും, കുറച്ചു കഴിഞ്ഞാൽ നീ ഒരു വാർത്ത കേൾക്കും, നമ്മളിവിടെ വിജയിച്ചുവെന്നും ഈ ദീൻ ഇവിടെ പുറത്ത് രംഗത്ത് വന്നിരിക്കുന്നുവെന്നും ഈ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു, വിജയം വരിച്ചിരിക്കുന്നു എന്ന വാർത്ത പിന്നീട് നീ കേൾക്കും, അപ്പവായോ എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നീട് വരികയും ചെയ്തു, മുസ്ലിം ആവുകയും ചെയ്തു. അപ്പൊ ഇതും ഈ യാത്രയിലാണ് സംഭവിക്കുന്നത്. ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടും, റസൂലുള്ളാഹിക്ക് ഒന്നും ഇവിടെ സംഭവിക്കില്ല എന്ന് അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അതേസമയം ആ ആട്ടിടയനോട് തന്നെ ചോദിക്കുന്നു, തെക്തുമു അന്ന, ഇത് മറച്ചു വെക്കും, ആരോടും പറയരുത് കേട്ടോ. അതും അവിടെ തന്നെ സംഭവിക്കുന്നു. അതേ റസൂലുള്ളാഹി തന്നെ പോകുമ്പോൾ ശത്രുക്കളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായി കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു. ഇതും അവിടെ തന്നെ ഈ യാത്രയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. എന്തിനാണ് ഒരു ഹിജ്റ? ആ ഹിജ്റയിൽ തന്നെ എന്തിനാണ് ഇത്രയും തന്ത്രപരമായി സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടു പോകുന്ന ആള് പോകുന്നത് പോലെ പോകുന്നത്? ഒരിക്കലും റസൂലുള്ളാഹിക്കൊന്നും സംഭവിക്കില്ല, ദീനോടെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്. അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ അത്ര പ്രയാസപ്പെട്ടു പോകുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ബുറാഖൊന്നും ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നില്ലേ? ഇതൊക്കെ നമ്മെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കണം. ഇതിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓരോ ദിവസം വേറെ ക്ലാസ് എടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവമൊന്നുമല്ല. അതിൽ ഈ സമൂഹം, മനുഷ്യവർഗം ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങൾക്കുമുള്ള പരിഹാരം അതിലുണ്ട്. അതിനാണത് സംഭവിച്ചത്.
അതിനാണ് അത് സംഭവിച്ചത്. അതൊക്കെ അതിൽ നിന്ന് പാഠങ്ങളായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഹിജ്റയെ സംബന്ധിച്ച് ഒളിച്ചോട്ടമെന്ന് കളിയാക്കുന്നവരുണ്ട്. ഒളിച്ചോട്ടമാണ്, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇട്ടെറിഞ്ഞു ഓടിയതാണ് എന്ന് കളിയാക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ അത് യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടക്കുകയാണ്. കാരണം നേരെ ചൊവ്വന് സംസാരിച്ചുകൊണ്ട് ദീനിനെ മുട്ടിക്കാൻ കഴിയാത്തവർ പിന്നെ കൊഞ്ഞനം കുത്തും, അല്ലെ? ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് അതിന്റെ കാര്യം. പിന്നെ അങ്ങനെ പരിഹസിക്കലല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അത് പരിഹാസം എന്നത് അസൂയയിൽ നിന്ന് വരുന്നതാണ്. അസൂയക്കാരനാണ് പരിഹസിക്കുക, അസൂയയിൽ നിന്നാണ് പരിഹാസം വരുന്നത് എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത് അത് ഒളിച്ചോട്ടമല്ല, വാസ്തവത്തിൽ അത് വിജയങ്ങളുടെ തുടക്കമായിരുന്നു. ഹിജ്റയോട് കൂടിയാണ് ഇസ്ലാമിന് അതിൻ്റെതായ യഥാർത്ഥമായ വിജയം കൈവരിക്കാൻ തുടങ്ങിയത്, അല്ലെ? ഹിജ്റയോട് കൂടിയാണ്. കുറെ കാര്യങ്ങൾ അതിലുണ്ട്. ഹിജ്റയോട് കൂടിയാണ് ഒരു മുസ്ലിം സമൂഹത്തിന് അവരുടേതായ സ്വന്തമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കപ്പെട്ടു. സുരക്ഷിതമായ നമുക്കൊരു രാജ്യമുണ്ടായി. ഈ മുസ്ലിമാകുന്ന ആളുകൾക്കൊക്കെ വന്നു ചേരാനും സുരക്ഷിതരായി ജീവിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. മുസ്ലിമാവുന്ന ആളുകളൊക്കെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് മുസ്ലിമാവുന്നതിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതി മാറി. പല നേട്ടങ്ങളും നമുക്ക് നമ്മുടേതായ വ്യക്തിത്വവും നമ്മുടെ ഇബാദത്തുകളും ഇസ്ലാമികമായ ചുറ്റുപാടുകളും നിലനിർത്താൻ പറ്റുന്ന സ്ഥിതിഗതികളുണ്ടായി. അവിടെ നിന്നങ്ങോട്ട് പിന്നെ വിജയങ്ങൾ തന്നെയാണ്, അല്ലെ? അവിടുന്ന് പിന്നെ അങ്ങോട്ട് വിജയങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ വിജയങ്ങളുടെ തുടക്കമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹിജ്റയെ സംബന്ധിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തിറക്കി. എപ്പോഴും ഈ ഹിജ്റയെ സംബന്ധിച്ച് നാം പഠിക്കാൻ വേണ്ടി ആ ആയത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതെന്താ? ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാഹ്. ഹിജ്റയുടെ തുടക്കഘട്ടാണല്ലോ. ഗുഹയിൽ പോയിരിക്കുന്ന ആ ഒരു രംഗത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ഹിജ്റയുടെ തുടക്കമാണ്. ആ തുടക്കം പുറപ്പെട്ട ആ തുടക്കത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിച്ചത് എന്താ? ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാഹ്. അല്ലാഹ് സഹായിച്ചിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ നബിയെ സഹായിക്കുന്നില്ലെങ്കിൽ അല്ലാഹ് അവിടെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ സഹായമായിരുന്നു, വിജയത്തിന്റെയും സഹായത്തിന്റെയും തുടക്കമായിരുന്നു ഹിജ്റ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഹിജ്റ സംഭവിച്ചത്? കുറെ ഉത്തരങ്ങൾ അതിനുണ്ട്. അത് നമ്മൾ അന്വേഷിക്കണം, പഠിക്കണം. പിന്നെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താണ് ഇത്രയും പ്രയാസപ്പെട്ട് പോവേണ്ടി വന്നത്? അല്ലാഹു തആല എന്തുകൊണ്ടാ ബുറാഖൊന്നും അങ്ങോട്ട് പറഞ്ഞയച്ചു കൊടുത്തില്ല? ഇതിപ്പോ യുക്തിവാദികൾക്കൊക്കെ ചോദിക്കാം, ഇപ്പൊ ഇടമുറക് പോലെയുള്ള ആളുകൾക്കൊക്കെ അവിടെ ചോദിക്കാം, അല്ലെങ്കിൽ ഇടമുറകിന്റെ മദ്ഹബ് സ്വീകരിച്ച ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ, അവർക്കൊക്കെ ചോദിക്കാം. അവരുണ്ട് ചില ചോദ്യങ്ങൾ. അങ്ങനെയാണ് ഇവിടെ എന്തെങ്ങനെ ഇല്ലായിരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ എന്താ ഇല്ലായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യം അറിയാം. അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് അദൃശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഇവിടെ വരാൻ പോകുന്ന പല കാര്യങ്ങളും റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴും പലരുടെ മുഖത്ത് നോക്കിയിട്ടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പലതും റസൂലുള്ളാഹി അറിഞ്ഞതും പറഞ്ഞതുമുണ്ട്. നമ്മൾ പറയും അല്ലാഹു തആല അറിയിച്ചു കൊടുത്തതാണ്, അള്ളാഹുവിന്റെ വക്കൽ നിന്ന് കിട്ടുന്ന ഇൽമാണ്. അതെങ്ങനെ? അത് അപ്പപ്പോ ജിബ്രീൽ വന്നിട്ട് പറയണതാണോ? അതല്ല അത് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുത്തതാണോ? ഏതെങ്കിലും ആവട്ടെ, അല്ലാഹു കൊടുത്തതാണ്, അല്ലാണ്ട് സ്വന്തമായിട്ടുള്ള ഒന്നുമല്ല. അതാണ് നമ്മൾ അവിടെ പറയാ. അപ്പൊ അവർ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിന്റെ മാല പൊട്ടിയപ്പോ എന്താ അറിയാതെ പോയത്? അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ അറിയാതിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് വീണില്ലേ, അവിടെ കുഴിയുണ്ടെന്ന് അങ്ങനെ റസൂലുള്ളാഹിക്ക് അറിയാതിരുന്നത്? അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ ഇങ്ങനെ ഇല്ലാതിരുന്നത്? ഇത് ഇടമുറകിന്റെ ചോദ്യമാണ്. ഈ ചോദ്യം ഇപ്പൊ ഇടമുറകിന് ചോദിച്ചൂടെ? ഈ ചോദ്യം ഇപ്പൊ യുക്തിവാദി എന്ന് പറയുന്ന ആൾക്കാർക്കും ചോദിക്കാലോ. അതെന്താ? ഇസ്രാ മിഅ്റാജ് എന്തായി നിങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? 2 മാസം യാത്ര ചെയ്യേണ്ടുന്ന വഴിദൂരത്തേക്ക് ബുറാക്ക് എന്നിട്ടൊരു വാഹനം വന്നു. ആ വാഹനത്തിന് കയറിയിട്ട് എന്ത് ചെയ്തു? നിമിഷ നേരങ്ങളെ കൊണ്ട്, രാത്രിയുടെ കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോയി, പെട്ടെന്ന് തിരിച്ചു വന്നു, 7 ആകാശത്തേക്കും പോയി. എന്നാ പിന്നെ ആ ബുറാക്ക് നിങ്ങളെ പഠിച്ചോൻക്കൊന്നാണ്ട് കൊടുത്തയച്ചു കൂടായിരുന്നില്ലേ? നിങ്ങളെ നബിക്ക് മദീനത്തേക്ക് പോകാൻ ഇത്ര പ്രയാസപ്പെട്ട് 3 ദിവസമൊക്കെ ഈ ഗുഹയിൽ പോയിരിക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇത് ഇടമുറകിന്റെ മദ്ഹബാണ്. ഇത് യുക്തിവാദം എന്ന് പറയുന്ന ആളുകളുടെതാ. ഇങ്ങനെ കുറെ യുക്തിവാദങ്ങൾ, ഇസ്ലാമിക യുക്തിവാദം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള യുക്തിവാദികൾ, അതുകൊണ്ടൊന്നും എന്തുണ്ടാവില്ല, ദീനുണ്ടാവില്ല.
ഓരോന്നിനും അതിൻ്റെതായ കാരണം. റസൂലുള്ളാഹി ഇവിടെ വന്നത് അത്ഭുതങ്ങൾ ഉണ്ടാക്കാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ദീന് പഠിപ്പിക്കാൻ വന്നതാണ്. ദീനിന്റെതായ അധ്യാപനങ്ങൾ അത് ഓരോ സമൂഹത്തിനും ഓരോ കാലഘട്ടത്തിനും ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദീനിന്റെ നിയമങ്ങളും കാര്യങ്ങളും ചെയ്തും പറഞ്ഞും അംഗീകരിച്ചും പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് റസൂലുള്ളാഹി. അപ്പൊ അതൊക്കെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെയാണ് എന്റെ ബുറാക്ക് വരാതിരുന്നത്. ബുറാക്ക് വരലല്ല വിഷയം, അവിടെ ബുറാക്ക് വരലാണ് വിഷയം, ഇവിടെ ബുറാക്ക് വരാതിരിക്കലാണ് വിഷയം. മനസ്സിലായോ? അങ്ങനെ ഓരോ ഘട്ടങ്ങൾക്കനുസരിച്ച് അത്തരം യുക്തിവാദങ്ങൾക്കൊന്നും ഏതില്ല, യാതൊരു സ്ഥാനം ദീനിലില്ല എന്നത് കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആ ഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയുന്നു? വളരെ സൂക്ഷിച്ചുകൊണ്ടും വളരെ ശ്രദ്ധിച്ചുകൊണ്ടും തന്ത്രപരമായ കാര്യങ്ങൾ നീക്കിയും കൊണ്ട് പോകുന്നു. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, നമ്മൾക്കൊരു വിഷമം ഉണ്ടാവില്ല, ഈ ദീനോടെ പൂർത്തിയാകുക തന്നെ ചെയ്യും, നമ്മളവർ തൊടാൻ ആർക്കും ഒന്നും കഴിയൂല. സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, സുറാഖത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞാൽ നീണ്ടുപോകും. സുറാഖത്തിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹിനെ കൊല്ലാൻ വന്നതല്ലേ സുറാഖത്ത് എന്നവര്? കുന്തം പിടിച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി വന്നു. റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ ഓതുന്നത് ഞാനിങ്ങനെ കേട്ടു. റസൂലുള്ളാഹി അങ്ങനെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നു. സിദ്ദീഖ് എന്നവര് പേടിച്ചുകൊണ്ട് ആള് വരുന്നത് കണ്ടിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കണമെന്നല്ല, റസൂലുള്ളാഹി ഖുർആൻ ഓതി കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഞാൻ അടുത്തെത്തി എത്താനായപ്പോൾ എന്റെ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ന്നുപോയി. സുറാഖത്ത് എന്നവർ പറയാം, കുതിരയുടെ കാല് ഭൂമിയിലേക്ക് താഴ്ന്നുപോയി, ഞാൻ താഴെ വീണു. എന്നിട്ട് ഞാൻ എഴുന്നേറ്റു. ഈ അവർക്കുണ്ട് അമ്പും വില്ലും വെച്ചുകൊണ്ടൊരു ശകുനം നോക്കുന്ന ഒരു പരിപാടി, അത് വെച്ച് നോക്കി. അന്ന് മുസ്ലിമായിട്ടില്ല, അത് നോക്കിയപ്പോൾ കണ്ടത് തിരിച്ചു പോയിക്കോളാൻ, അവരൊന്നും ചെയ്യണ്ടെന്നാണ് കണ്ടത്. അത് തനിക്കിഷ്ടമല്ല, താൻ വലിയ ഇനാമൊക്കെ പ്രഖ്യാപിച്ചത് കിട്ടുവച്ചിട്ട് കൊല്ലാൻ വേണ്ടി വന്ന ആളാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി കുതിരനെ കാലൊക്കെ പുറത്തേക്ക് വലിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. വീണ്ടും ഞാൻ അടുത്തെത്തിയപ്പോഴേക്ക് കുതിരയുടെ കാല് ഭൂമിയിലേക്ക് താഴ്ന്നു പോയി, ഞാൻ വീണ്ടും വീണു. ഇങ്ങനെ ഉറപ്പായപ്പോൾ ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് എന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി നിങ്ങൾ ഉപദ്രവിക്കുകയില്ല, ഇനി നിങ്ങൾ ഉപദ്രവിക്കാൻ ഈ വഴിക്കാരും വരികയുമില്ല, വരുന്നവരൊക്കെ ഞാൻ തിരിച്ചു വിട്ടോളാം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കൈഫ ബിക യാ സുറാഖത്തു ഇദാ ലബിസ്ത സിവാറ കിസ്റ. സുറാഖത്തെ, എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങളുടെ രണ്ട് കൈയിൽ കിസ്റായുടെ രണ്ട് വളകൾ ധരിച്ചാൽ? സുറാഖത്ത് കിസ്റ രാജാവിന്റെ രണ്ട് വളകൾ കയ്യിൽ ധരിച്ചാൽ എങ്ങനെ ഉണ്ടാകും സുറാഖത്തെ? ഏതാ കിസ്റ? സുറാഖത്തിന് അത്ഭുതം. ഏത് കിസ്റ? കിസ്റ ഇബ്നു ഹുർമുസ്, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായ മഹാരാജാവാണ് അക്കാലത്തെ. അന്ന് രണ്ട് സാമ്രാജ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്, പേർഷ്യയും റോമയും. ഈ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായ കിസ്റ ഇബ്നു ഹുർമുസ് രാജാവ്, അയാളുടെ കയ്യിൽ ധരിക്കുന്ന രാജകീയമായ രണ്ട് വളകൾ, ഇത് ഈ സുറാഖത്തിന്റെ കയ്യിൽ വരുന്നോ? ഇതാരാ പറയുന്നത്? സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ശത്രുക്കൾ അനുവദിക്കാത്തതിന്റെ പേരിൽ പോകുന്ന ഒരാൾ പറയാണ്, കിസ്റ സാമ്രാജ്യത്തിന്റെ അധിപൻ ധരിക്കുന്ന വളകൾ ഖുറാഖത്തെ നിങ്ങളുടെ കയ്യിൽ വരും. അപ്പൊ എങ്ങനെ ഉണ്ടാവും അല്ലേ? എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് അറിയാം, ഈ ദീൻ ഇവിടെ പൂർത്തീകരിക്കപ്പെടുക ചെയ്യും, ഇവിടെ വിജയം വരിക്കുക ചെയ്യും. ഇവിടെ ലോകത്ത് അന്ന് നിലനിൽക്കുന്ന വലിയ വലിയ അതിശക്തരായ സാമ്രാജ്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ അധീനതയിൽ വരും. ഇതൊക്കെ റസൂലുള്ളാഹിക്ക് അറിയാം. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് പേർഷ്യ ഇസ്ലാമിന് അധീനപ്പെടുന്നതും കിസ്റ രാജാവിന്റെ കൊട്ടാരത്തിലും അയാളുടെ നാട്ടിലുമുള്ള സമ്പത്ത് ഒന്നാകെ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കൂട്ടി കൂമ്പാരമായി സ്വർണവും രത്നങ്ങളും മുത്തുകളും കൂന്നുകൂടി കിടക്കുന്ന കണ്ടപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഒരു ദിവസം പോലും വെച്ചിരിക്കാൻ സമ്മതിച്ചില്ല. അതൊക്കെ ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ കൂട്ടത്തിലുണ്ട് അത്ര വലിയ തണ്ടും തടിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ നിൽക്കുന്നു. സഹാബിമാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ, ചുറ്റും നിൽക്കുമ്പോ ആ കൂട്ടത്തിലുണ്ട് അത്ര വലിയ തണ്ടും തടിയും ശരീരം തലയെടുപ്പൊന്നും ഇല്ലാത്ത ഒരു സാധു മനുഷ്യൻ നിൽക്കുന്നു. അത് സുറാഖത്തായിരുന്നു. സുറാഖത്തിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഈ രണ്ട് വളം അങ്ങോട്ട് ധരിക്കാൻ പറഞ്ഞു. ആ കിസ്റ രാജാവ് ധരിക്കുന്ന ആ രാജകീയമായ തന്റെ കോട്ട് അതൊക്കെ ധരിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിയാൻ പറഞ്ഞിട്ട് ഉമർ ഇബ്നു ഖത്താബ് എന്നവര് സുറാഖത്തിനോട് പറഞ്ഞു, രണ്ട് കൈ വളട്ടിട്ട് കൈ ഇങ്ങനെ ഉയർത്താൻ വേണ്ടി പറഞ്ഞു. ഉയർത്തിയപ്പോ സുറാഖത്തിന്റെ കൈ അത്ര തണ്ടും തടിയുള്ളതൊന്നല്ല. അപ്പൊ സുറാഖത്തിന്റെ തോളിലേക്ക് ഇങ്ങോട്ട് എത്തി വള. കിസ്റ ധരിക്കുന്ന തണ്ടിൽ ധരിക്കുന്ന വള സുറാഖത്ത് കൈഹിമ ധരിച്ചിട്ട് കൈ ഉയർത്തിയപ്പോ തോളിലേക്കും ഇങ്ങോട്ടെത്തി. അപ്പൊ അത്ര ഒരു സാധു മനുഷ്യൻ. അത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ബനു മുദ്ലിജ് ഗോത്രത്തിൽപ്പെട്ട ഒരു കൊച്ചു കാട്ടറബി, ഒരു കൊച്ചു അറാബി കിസ്റ രാജാവിന്റെ വള ധരിച്ചിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണിത് അല്ലേ? അത് വർഷങ്ങൾക്ക് ശേഷം പിന്നെ സംഭവിക്കുന്നത്.
അപ്പൊ അതൊക്കെ ഇവിടെ സംഭവിക്കുന്ന റസൂലുള്ളാഹിക്ക് അറിഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പഠിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്, ഒരുപാട് പാഠങ്ങൾ അതിലുമുണ്ട്. അതിലേക്കൊക്കെ തന്നെ കടന്നുപോയാൽ ഇന്ന് നമ്മൾ എവിടെ എത്തുകയില്ല. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നു മാത്രം. അതിന്റെയൊക്കെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്ന് ദീൻ പഠിപ്പിക്കാനാണ്. ദീൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടുന്ന ദീനാണ്. മക്കക്കാർക്കും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഒരു സമൂഹത്തിന് മാത്രമുള്ള ദീനല്ല, എല്ലാവർക്കും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടുന്ന ദീനാണ്. അപ്പൊ അവർക്ക് വേണ്ടുന്നതൊക്കെ ഈ ദീനിൽ ഉണ്ടായിരിക്കണം. ദീൻ ഖിയാമത്ത് നാൾ വരെ എല്ലാ സമൂഹത്തിനും ബാധകമാവുമ്പോ സമൂഹങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ഈ ദീൻ ഉൾക്കൊള്ളുന്നവരുടെ സാഹചര്യങ്ങൾ എപ്പോഴും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ല. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതല്ലേ. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് അല്ലേ? നമ്മുടെ ഇന്നത്തെ സാഹചര്യമുണ്ട്, നമുക്ക് കുറെ സ്വാതന്ത്ര്യമുണ്ട്. പലപ്പോഴും ബീഫ് തിന്നാനൊന്നും കഴിയാത്ത ഒരു സാഹചര്യവും ചിലപ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അതേ സമയത്ത് വേറെ ഒരു സമൂഹം, ഇപ്പൊ ബർമയിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അഹിംസയെ വാദിക്കുന്ന ആളുകൾ വളരെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വളരെ ക്രൂരമായ പീഡനങ്ങൾ നടത്തി. അവിടുത്തെ മുസ്ലിമീങ്ങൾ ജീവിച്ച ഒരു സാഹചര്യമുണ്ട്. അതേ സമയത്ത് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. ഇങ്ങനെ ഇതൊക്കെ മുസ്ലിമീങ്ങൾ തന്നെയാണ്. ആ മുസ്ലിമീങ്ങൾക്കൊക്കെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാണ്. അവർക്കൊക്കെ അവരുടെ ദീന് കൊണ്ട് നടക്കാൻ ആവശ്യമായ അധ്യാപനങ്ങളൊക്കെയും അതൊക്കെ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കിട്ടണ്ടേ? അതൊക്കെ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് തന്നെ കിട്ടണമല്ലോ. അതൊക്കെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നബുവത്തിന്റെ 13 കൊല്ലം, 40 വയസ്സിൽ നബുവത്ത് കിട്ടി, 53ാമത്തെ വയസ്സിലാണല്ലോ ഹിജ്റ പോകുന്നത്. 23 കൊല്ല കാലഘട്ടത്തിൽ 13 കൊല്ലവും മക്കയിലാണ് ജീവിച്ചത്. വളരെയേറെ പ്രയാസങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ ദീൻ ഏറ്റെടുക്കാൻ ഒരിക്കലും അവർ തയ്യാറല്ല. റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി അവർ പരിപാടി ഇട്ടപ്പോഴാണ് ഹിജ്റ സംഭവിക്കുന്നത്. എന്നാ പിന്നെ മുസ്ലിമീങ്ങളെ ബദറിൽ സഹായിച്ച അള്ളാഹു ആ മലക്കുകളൊന്നാണ് പറഞ്ഞയച്ചിട്ട് മക്കത്തും അത് ചെയ്യായിരുന്നല്ലോ, അനുവദിച്ചില്ല. 70ലധികം ആയത്തുകളിൽ പാടില്ല, യുദ്ധം ചെയ്യരുത്, എടുത്തു ചാടരുത്, ക്ഷമിക്കണം, സൂക്ഷിക്കണം, ക്ഷമിക്കണമെന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്, 70ലധികം ആയത്തുകൾ അത് കൽപ്പിച്ചതിന്റെ ശേഷമാണ് പിന്നീടാണ് മദീനത്ത് ചെന്നു നമുക്കൊരു സ്ഥിരതയും നമ്മുടേതായ ഒരു ശക്തി പ്രാപിച്ചതിന്റെ ശേഷമാണ് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, പീഡിതരായ ആക്രമിക്കപ്പെടുന്നതായ സമൂഹത്തിന് യുദ്ധം ചെയ്യാൻ സമ്മതം ലഭിച്ചിരിക്കുന്നു എന്ന ആയത്തിറങ്ങുന്നത്. ഇതിനെ സംബന്ധിച്ച് ഇമാം റാസി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും യോജിച്ച സമയത്തായിരുന്നു ആ സമ്മതം വന്നത്. അതിന് മുൻപ് ആ യുദ്ധത്തിനുള്ള സമ്മതം യോജിച്ചതായിരുന്നില്ല എന്നർത്ഥം. അഥവാ സാഹചര്യങ്ങൾക്കനുസരിച്ച് സൂക്ഷിച്ചുകൊണ്ട് ചെയ്യണം. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഇന്ത്യയുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ. ഇന്ത്യയിലെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം അവിടെ പെരുമാറാൻ. അവിടെ എടുത്തു ചാടി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതിന്റെ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് അനുമതി കൊടുക്കുന്നത്. മുസ്ലിമീങ്ങൾ വളരെയേറെ പീഡനങ്ങൾ മക്കത്തും സഹിച്ചല്ലോ, അള്ളാഹു സഹായിച്ചൂടെ? അന്നുള്ള മുസ്ലിമീങ്ങൾക്ക് അതിനുള്ള ഈമാൻ ഉണ്ടല്ലോ. പക്ഷെ 70ലധികം ആയത്തുകൾ അനുമതി കൊടുത്തില്ല. അള്ളാഹു തആല ക്ഷമിക്കാനാ പറഞ്ഞത്. അവിടെ ആ സാഹചര്യം അതായിരുന്നു. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ എടുത്തു ചാടരുത്. കയ്യിൽ ബോംബ് കിട്ടിയിരിക്കുന്നു വെച്ചിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി എറിയണം, ആ സ്വഭാവം പാടില്ല. കയ്യിലൊരു ബോംബ് കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി എവിടെങ്കിലും കൊണ്ടുപോയി എറിയണം, അത് മുസ്ലിമീങ്ങൾക്ക് ചേർന്നതല്ല. അത് അപകടമാണ്. അതൊക്കെ പഠിപ്പിക്കാൻ തന്നെയാണ് ഈ 13 നബുവത്തിന്റെ ഭൂരിപക്ഷം 13 കൊല്ലം മക്കത്തല്ലേ കഴിച്ചുകൂട്ടിയത്. അന്ന് എന്തേ യുദ്ധത്തിന് അനുമതി കൊടുക്കാതിരുന്നത്? അപ്പൊ അതിന്റെ സാഹചര്യം വന്നിട്ടില്ല. ആ സാഹചര്യം വന്നതിന്റെ ശേഷം മാത്രമാണ് അല്ലാഹു തആല അനുമതി കൊടുക്കുന്നത്. അപ്പൊ അതിലൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ എന്തുകൊണ്ട് അത്തരം ഇതൊക്കെ സ്വീകരിച്ചു, അതൊക്കെ ശർആണ് പഠിപ്പിക്കുന്നത്. അത് നമ്മളുടെ പരമമായ നാം തവക്കുൽ ചെയ്യുന്നതും വരമേൽപ്പിക്കുന്നതും അല്ലാഹുവിന്റെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന വഴികളും മാർഗങ്ങളും, അത് ഓരോ വിഷയങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ച മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ സൂക്ഷിക്കുകയും വേണം. അത് രണ്ടും ഇവിടെ വേണം. ഈ ലോകം കാരണങ്ങൾക്ക് അധീനപ്പെട്ട് നിശ്ചയിക്കപ്പെട്ട ലോകമാണ്. കാര്യങ്ങൾ നേടാൻ അല്ലാഹു തആല കാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണങ്ങളെ അവലംബിച്ചാൽ മനുഷ്യന് കാര്യങ്ങൾ നേടാൻ കഴിയും. അങ്ങനെയാണ് ഈ ലോകത്തിന്റെ വ്യവസ്ഥ. പക്ഷെ കാരണങ്ങളെ നിശ്ചയിച്ചതും കാര്യങ്ങളെ അതിന്റെ മേൽ അല്ലാഹു തആല അതിന്റെ മേൽ തർത്തീബാക്കിയതും അതും അല്ലാഹുവാണ്.
കാരണങ്ങൾ അവലംബിച്ചാൽ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാം. അതാണ് സാധാരണ പതിവ്. ചിലപ്പോൾ എത്താതിരിക്കാം. അതൊന്നും അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അപ്പൊ പരമമായി എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അത് ശരിക്ക് ബോധ്യമുണ്ടാവുക, അള്ളാഹുവിന്റെ മേൽ പൂർണ്ണമായ തവക്കുൽ ഉണ്ടായിരിക്കുകയും ചെയ്യാം. അതാണ് ചെയ്യേണ്ടുന്ന വഴികളും മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു, എന്നിട്ടും ശത്രുക്കൾ ഗുഹാമുഖത്തേക്ക് എത്തി. അപ്പൊ ശ്രദ്ധിക്കുന്നവർ പറഞ്ഞു, അവരാങ്ങാനും ആരെങ്കിലും അവരുടെ കാലിന്റെ അടിഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇനി എന്താ പറഞ്ഞത്? നമ്മളവിടെ ഒന്നും ഉണ്ടാവൂല, നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അതല്ല അവിടെ അപ്പൊ പറഞ്ഞത്. അത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു, സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിച്ചു. അപ്പൊ പറഞ്ഞത് എന്താ? മാ ലന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. ഇവിടെ തവക്കുലാണ്. നമ്മൾ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. അവസാനമായി തവക്കുൽ അള്ളാഹുവിന്റെ മേൽ. പിന്നെ അള്ളാഹു തആല തീരുമാനിക്കും. അതാണ് അവിടൊക്കെ പഠിപ്പിച്ചത്. അതൊക്കെ നമുക്കറിയാം എന്നതുകൊണ്ട് എന്താവൂല, അറിയാവുന്നതിനനുസരിച്ചല്ല പ്രവർത്തിക്കല്. അറിയാവുന്ന കാര്യങ്ങൾക്കനുസരിച്ച് റസൂൽ അവിടെ പ്രവർത്തിച്ചോളണമെന്നില്ല. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ജോലി അവിടെ ഏത് പഠിപ്പിക്കല? ദീനിന്റെ നിയമം പഠിപ്പിക്കല. മുസ്ലിമീങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹിക്ക് അറിയാം റസൂലുള്ളാഹിനെ തൊടാൻ ഒരു കുട്ടിക്കും കഴിയൂല. അതില്ല സുറാഖത്ത് അടുത്തെത്തിയപ്പോ എന്തുണ്ടായി? സുറാഖത്ത് ആരും കാണാതെ 100 ഒട്ടകം വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്കെന്നെ കിട്ടുന്ന 2 ആളുടെയും ഇനാമു എന്ന് പറഞ്ഞിട്ട് വന്നതാണല്ലോ. അടുത്തെത്തിയപ്പോ അല്ലാഹു തആല എന്ത് ചെയ്തു? സുറാഖത്തിനെ നിലക്കീർത്തി, അല്ലെ? കുതിരയുടെ കാല് ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ന്നു പോയി. അതെല്ലാം ഉണ്ടായത്. അപ്പൊ ഇനി ആരിവിടെ എന്തായിട്ട് വന്നാലും തങ്ങളെ തൊടാൻ പറ്റൂല എന്ന് ഉറപ്പ് തന്നെയാണ്. എന്നാ പിന്നെ റസൂലുള്ളാഹിക്ക് ഇഷ്ടം പോലെ പരസ്യമായിട്ട് വരിയുടെ ധൈര്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് പോയിക്കൂടെ? ഉമർ ഇബ്നു ഖത്താബ് എന്നവർ അങ്ങനല്ലേ പോയത്? മുർഹത്താമെന്നൊരു ഖുറൈശികളൊക്കെ ഇരിക്കണോടത്ത് പോയിട്ട് കഅബ തവാഫ് ചെയ്തിട്ട് ഞാനിതാ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്, എന്നെ തടയാൻ താണത്തുള്ളവരുണ്ടെങ്കിൽ വായൊന്നും പറഞ്ഞുകൊണ്ടാ പോയത്. അത് ആ പോക്കല്ല റസൂലുള്ള പോകുന്നത്. ഇവിടെ ദീൻ ഇവിടെ ശറഅ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉമർ ഇബ്നു ഖത്താബ് എന്നവർക്ക് അങ്ങനെ പോവാം. അതല്ല റസൂലുള്ള അവിടെ ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? അവിടെ റസൂലുള്ളാഹിക്ക് അറിയാം റസൂലുള്ളാഹിക്കൊന്നും അവിടെ സംഭവിക്കില്ല. പക്ഷെ അതല്ല അവിടെ ചെയ്യേണ്ടത്. അത് ഓരോ ഘട്ടങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറിയുന്നതിനനുസരിച്ചല്ല അവിടെ പെരുമാറുക. അത് പല വിഷയങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ യാത്രയിൽ വെച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല പൊട്ടിപ്പോയി. റസൂലുള്ളാഹിക്ക് അറിയോ മാല എവിടെയെന്ന് കിടക്കുന്ന കാര്യം? അറിയാണ്ടല്ലേ ഇപ്പൊ ഈ കാത്തുന്നതും ഈ വിഷമിച്ചതൊക്കെ. അത് അറിയലും അറിയാതിരിക്കലും അല്ല അവിടെ വിഷയം. അവിടെ വേറെ ചില കാര്യങ്ങളുണ്ട്. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് മാല പൊട്ടി, ഇതൊരു സംഭവം ഉണ്ടാവുകയാണ്. ആ സംഭവത്തിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ ഒരു ഹുക്മ് കൊണ്ടുവരാൻ പോകുന്നുണ്ട് എന്ന തിരിച്ചറിവാണ്. അത് കാത്തു കിടക്കുകയാണ്. എന്നല്ലാതെ മാല എവിടെ കിടക്കണമെന്ന് അറിയാലും അറിയാം. ഒരു മാലക്ക് വേണ്ടി റസൂലുള്ള ജനങ്ങളൊക്കെ അവിടെ അങ്ങനെ തടഞ്ഞിടല. മാല എവിടെ നിന്ന് കിടക്കുന്ന അറിയാത്ത കൊണ്ടല്ലേ. അറിഞ്ഞില്ല അതല്ല അവിടെ വിഷയം. അവിടെ വിഷയം മറ്റൊന്നാണ്. ആ കാത്തിരുന്നു ഖിയാമത്തിന്റെ ആയത്തിറങ്ങുകയും ചെയ്തു, അല്ലെ? ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചുണ്ടായ ആരോപണം അവിടെ റസൂലുള്ളാഹിക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ അവിടെ അത്തരം രംഗങ്ങളിൽ പെരുമാറേണ്ടുന്ന തരത്തിൽ റസൂലുള്ളാഹി അവിടെ പെരുമാറുകയാണ്. അത് അറിയുന്നതിനനുസരിച്ചല്ല അവിടെ ചെയ്യല്. അത്തരം യുക്തിവാദങ്ങൾക്കൊന്നും ദീനിൽ യാതൊരു സ്ഥാനമില്ല എന്നർത്ഥം. ഇതൊക്കെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ ചുരുക്കുകയാണ്. മദീനയിൽ ചെന്നിട്ട് ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. മദീനയിൽ ചെന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് മദീനയിൽ എത്തുന്നത്. മദീനയിൽ ചെന്ന് തിങ്കളാഴ്ച അവിടെ എത്തി. വെള്ളിയാഴ്ച വരെ, അതായത് ദാറു ബനി അംർ ഇബ്നു ഔഫ്, ബനു അംർ ഇബ്നു ഔഫിന്റെ നാട്ടിലാണ് ആദ്യമായി ചെന്നിറങ്ങിയത്. അവിടെയാണ് ഇന്ന് പറയപ്പെടുന്ന മസ്ജിദ് ഖുബ ഉള്ളത്. ആ കാലഘട്ടം, ആ തിങ്കളാഴ്ച അവിടെ എത്തി. പിന്നെ മദീനയിലേക്ക്, പിന്നീട് ഇപ്പൊ തങ്ങളുടെ മസ്ജിദ് ഉള്ള ആ സ്ഥലത്തേക്ക് പോയത് പിന്നീടാണ്. അവിടെ അതിന്റെ മുൻപായി ഈ ഖുബ എന്ന് പറയുന്ന മസ്ജിദ് ഖുബ ഉള്ള ഈ സ്ഥലത്ത് ബനി അംർ ഇബ്നു ഔഫിന്റെ നാട്ടിൽ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നതിനിടയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? പല തർക്കങ്ങളും ചരിത്രപരമായിട്ടുണ്ട്. 22 ദിവസം, 18 ദിവസം, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പ്രബലമായി അറിയപ്പെട്ടിട്ടുള്ളത് തിങ്കളാഴ്ച വന്നു, വെള്ളിയാഴ്ച വരെ അവിടെ താമസിച്ചു എന്നാണ്. തിങ്കളാഴ്ചയാണ് അവിടെ എത്തിയത്. വെള്ളിയാഴ്ച വരെ ഈ മസ്ജിദ് ഖുബ ഉള്ള സ്ഥലത്ത് താമസിച്ചു. പിന്നീടാണ് തങ്ങളുടെ മസ്ജിദ് നബവി ഉള്ള സ്ഥലത്തേക്ക് പോയത്. അപ്പൊ തിങ്കൾ മുതൽക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം. ഈ 5 ദിവസത്തിനിടയിലാണ്, ആദ്യത്തെ ആ ദിവസങ്ങളിലാണ് മസ്ജിദ് ഖുബ സ്ഥാപിക്കുന്നത്. ആദ്യത്തെ ആ 5 ദിവസം അവിടെ താമസിച്ചല്ലോ, അവിടെ ആ സ്ഥലത്ത് വെച്ചിട്ടാണ് മസ്ജിദ് ഖുബ റസൂലുള്ളാഹി സ്ഥാപിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായ ഒരു വിഷയം കൂടി ചിന്തിക്കേണ്ടത്, ഇവിടെ ഹിജ്റ വർഷം തുടങ്ങുകയാണ്. അല്ലേ?
ഈ ഹിജ്റ വർഷം തുടങ്ങുമ്പോ ഇവിടെ സഹാബത്തിനിടയിൽ എന്ത് ചെയ്തു? ഒരു ഉമർ ഇബ്നു ഖത്താബ് എന്നവരുടെ കാലത്ത് ഒരു ചർച്ച വന്നു. അതായത് മുസ്ലിമീങ്ങളുടേതായ സ്വന്തമായ കലണ്ടർ വേണം, ഡേറ്റുകൾ നിശ്ചയിക്കാൻ, തീയതി നിശ്ചയിക്കാൻ നമ്മുടേതായ സ്വന്തമായ ഏത് കലണ്ടർ വേണം. അക്കാലത്ത് ഇപ്പൊ നമ്മൾ പറയുന്ന 1900 2000 എന്നൊക്കെ പറയുന്ന അതവിടെ നിലനിൽക്കുന്നുണ്ട്. അതല്ല, അത് മറ്റുള്ളവരുടേതാണ്. അതല്ല, നമുക്ക് നമ്മുടേതായ സ്വന്തമായ കലണ്ടർ വേണം എന്ന ചർച്ച വന്നു. അപ്പൊ ഏത് മുതൽക്ക് നമ്മുടെ വർഷം, മുസ്ലിമീങ്ങളുടെ വർഷം തുടങ്ങണം എന്ന ആ വിഷയം വന്നപ്പോ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അക്കൂട്ടത്തിൽ പിന്നെ എല്ലാവരും അംഗീകരിച്ചത്, ഉമർ ഇബ്നു ഖത്താബ് എന്നവരും പിന്നീട് അംഗീകരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ സംഭവിച്ച ആ വർഷം മുതൽക്ക് മുസ്ലിമീങ്ങളുടെ കലണ്ടർ തുടങ്ങാം, ഹിജ്റ വർഷം തുടങ്ങാം എന്നാണ് തീരുമാനമായത്. തങ്ങളുടെ ഹിജ്റ സംഭവിച്ച, അത് തന്നെ ഹിജ്റ എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രത്യേകമായ ഒരു സംഭവമായിരുന്നു എന്നാണ് സഹാബത്ത് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഹിജ്റ മുതൽക്ക് നമ്മുടെ വർഷത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഹിജ്റ സംഭവിച്ച ആ വർഷം മുതൽക്ക്, ഹിജ്റ സംഭവിച്ചതോ അത് റബീഉൽ അവ്വലിലാണ്, ഹിജ്റ സംഭവിച്ചത് റബീഉൽ അവ്വലിലാണ്. പക്ഷെ വർഷം തുടങ്ങുന്നത് സാധാരണ റബീഉൽ അവ്വൽ മുതൽക്കല്ല, വർഷം സാധാരണ മുഹറം മുതൽക്കാണ് തുടങ്ങുക. അതുകൊണ്ട് ആ ഹിജ്റ സംഭവിച്ച ആ വർഷത്തിലെ മുഹറം മുതൽക്ക് ഏത് ചെയ്തു? മുസ്ലിമീങ്ങളുടെ ഹിജ്റ കലണ്ടർ തുടങ്ങി. ഇതിന് നിദാനമായി പണ്ഡിതന്മാർ വിശദീകരിച്ച മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ മസ്ജിദ് ഖുബ അവിടെ പോയി ഉണ്ടാക്കിയല്ലോ, ആദ്യമായി മദീനയിൽ ചെന്ന ആ ദിവസത്തിലാണ് ഏതുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലാണ് ഏതുണ്ടാക്കുന്നത്? മസ്ജിദ് ഖുബ ഉണ്ടാക്കുന്നത്. ഈ മസ്ജിദ് ഖുബാവിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ഇത് മസ്ജിദ് ഖുബാവിനെ സംബന്ധിച്ച് പറഞ്ഞതാ. തഖ്വയിൽ അടിത്തറ പാകിയ പള്ളി ഉണ്ടല്ലോ, ഏത് ദിവസം? മിൻ അവ്വലി യൗമിൻ, ആദ്യത്തെ ദിവസത്തിൽ, ആദ്യം തന്നെ ഉള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്തു? തറപാകിയ അല്ലെങ്കിൽ തഖ്വയിൽ അടിത്തറയിട്ട ആ പള്ളി എന്ന് ഏത് പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞു? മസ്ജിദ് ഖുബാനെ സംബന്ധിച്ച്. അപ്പൊ ആദ്യത്തെ ദിവസം എന്നൊരു പ്രയോഗം ഖുർആൻ അവിടെ നടത്തിയിട്ടുണ്ട്. അന്ന് അത് തന്നെ ആവട്ടെ, ആ ഹിജ്റ തന്നെ ആവട്ടെ നമ്മുടെ തുടക്കം, ആദ്യം നമ്മുടെ ഹിജ്റ മുതൽക്ക് തന്നെ ആവട്ടെ എന്നത് ഒരു അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെ ചെയ്തത് എന്നുകൂടി ആര് പറഞ്ഞിട്ടുണ്ട്? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിലും നമുക്ക് വളരെ ചിന്തിക്കാനുണ്ട്. എന്തിനാണ് നമുക്ക് അങ്ങനെ ഒരു ഹിജ്റ കലണ്ടറിനെ കുറിച്ച് സഹാബത്ത് ആലോചിച്ചത്? നമുക്കിപ്പോ ഒരു കാര്യം തീരുമാനിക്കാൻ ഒരു ഡേറ്റ് വേണം, ഒരു തീയതി നിശ്ചയിക്കണം. അതിനക്കാലത്ത് നിലനിൽക്കുന്ന പലതും ഉണ്ടല്ലോ, അതേതെങ്കിലും നിർത്തം നിശ്ചയിച്ചാലും ഡേറ്റ് മാറുമൊന്നുമില്ലല്ലോ. എന്തിന് നമുക്ക് നമ്മുടേതായ ഒരു കലണ്ടറിനെ കുറിച്ച് ആലോചിച്ചു അവര്? അത് ഹിജ്റ മുതൽക്കാണല്ലോ തുടങ്ങിയത്. അതും വളരെയേറെ നമ്മെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആശുറാന്റെ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത് തന്നെ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. 10ന്റെ അന്ന് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. പിന്നെ പറഞ്ഞു, ഇനി അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 9 കൂടി നോമ്പ് വെക്കും. അപ്പൊ 9 കൂടി നോമ്പെടുക്കൽ സുന്നത്തായി. ഇനി 9 നോമ്പെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ 11, 10, 11 എടുക്കൽ സുന്നത്താണ്. എന്താണ് അതിന്റെ കാര്യം? അത് ജൂതന്മാര് 10 നോമ്പെടുക്കുന്നവരാണ്. അത് മറ്റൊരു സമൂഹത്തിന്റെ ആചാരമാണ്. അതുപോലെ നമ്മളും 10 മാത്രം നോമ്പെടുത്താലോ? നമ്മൾ നോമ്പെടുക്കുന്ന റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടാണ്, നമ്മുടെ ദീനിൽ അതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും അവരോടൊരു സാമ്യപ്പെടൽ വരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതായിട്ട് ഒരു സാമ്യപ്പെടൽ വരുന്നുണ്ട്. അത് വരാതിരിക്കാൻ, എതിരാവാൻ വേണ്ടിയിട്ട് 9ഉം 10ഉം സുന്നത്താക്കി. ഇതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. മറ്റ് സമൂഹത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ സംസ്കാരങ്ങളും നമ്മൾ കടമെടുക്കാൻ പോവരുത്. ഇത് ഹിജ്റയിൽ നിന്ന് ഇന്നത്തെ മുസ്ലിമീങ്ങൾ നല്ലവണ്ണം പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റ് സമൂഹങ്ങളുടെ ആഘോഷങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ അവരുടെ നിലനിൽക്കുന്ന അവരുടേതായ സംസ്കാരങ്ങളോ ഇത് നമുക്ക് കടമെടുക്കാൻ പാടില്ല. നമ്മൾ എല്ലാ അർത്ഥത്തിലും സമ്പുഷ്ടരാണ്. നമുക്ക് നമ്മുടേതായ ഇസ്ലാമിക വ്യക്തിത്വമുണ്ട്. നമുക്ക് ഒരർത്ഥത്തിലും ഒരാളുടെയും ഒന്നും കടമെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാ അർത്ഥത്തിലും ഇവിടെ സമ്പൂർണനാണ്. അൽ യൗമ അക്മൽതു ലക്കും, ഇത് പൂർണ്ണം തന്നെയാണ്. ഈ ദീൻ ഇവിടെ പൂർണ്ണമാണ്. ഇതിലൊരു കുറവൊന്നിനും ഉണ്ടാവൂല. എന്തിനും ഇവിടെ ഏതുണ്ട്? ഈ ദീനിൽ പരിഹാരമുണ്ട്. എങ്കിൽ പിന്നെ
മറ്റൊരു സമൂഹത്തിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവരുടെ ആഘോഷങ്ങളോ ഇത് കടമെടുക്കാൻ പോകുന്നത് സൂക്ഷിക്കണം. ഇതിനുള്ള വഴി അടക്കുകയാണ്, അതിനുള്ള മാർഗങ്ങൾ അടക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെയ്തത്. അത് തന്നെയാണ് ശേഷം മഹാന്മാരായ സഹാബത്ത് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ നിശ്ചയിക്കുന്ന ഡേറ്റ് അല്ലെങ്കിൽ തീയതി അത് നമ്മൾക്ക് വേണ്ട, അത് നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടേത് തന്നെ വേണം. നമ്മൾ സ്വന്തമായ പൂർണ്ണമായ സ്വതന്ത്രരാണ്, നമ്മൾ സമ്പുഷ്ടരാണ്. നമ്മുടേത് തന്നെ നമുക്കിവിടെ പൂർണ്ണമായിട്ടുണ്ടായിരിക്കണം, ഉണ്ട്, അത് തന്നെ മതി. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ പോലും അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് പോലും ഹിജ്റ കലണ്ടറിന് യാതൊരു സ്ഥാനവും ഇല്ല, അല്ലേ? അത് 2000 1900 പറഞ്ഞെങ്കിലും നമുക്കൊക്കെ തിരിയുള്ളൂ. അല്ലെങ്കിൽ ഏത് മാസമാണ് ഇപ്പോ മുഹറം വരുമ്പോ നമുക്കറിയാം, അതുപോലെയുള്ള മാസങ്ങൾ വരുമ്പോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്താക്കും, നമുക്ക് അറിയാൻ പറ്റും ഇന്ന മാസമാണെന്ന് അറിയും. അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് അറിയും ഏതാ അറബി മാസം അല്ലെങ്കിൽ ഏത് മാസം ഹിജ്റ മാസം ഏതാന്ന് എത്ര ആളുകൾക്ക് അറിയും? അല്ലെങ്കിൽ ഹിജ്റ മാസം 1 മുതൽക്ക് 12 വരെ എണ്ണി പറയാൻ അറിയുന്ന ആളുകൾ എത്ര ഉണ്ട് നമ്മളെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ? അപ്പൊ നമുക്കിത് ആവശ്യമല്ല. നമുക്ക് ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അത് സ്ഥാപിച്ചത്. ഇന്ന് നമുക്ക് ഈ ദീൻ ആവശ്യമല്ല. ദീനിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തി ഒക്കെ മറ്റുള്ളവരുടേത് കടം പേടിക്കാനാണ് നമ്മൾ നടക്കുന്നത്. മറ്റുള്ളവരുടേതിലാണ് നമ്മൾ അഭിമാനം കാണുന്നത്. അത് മതി നമുക്ക്. നമ്മുടെ ദീൻ നമ്മൾ കളഞ്ഞു കുളിക്കുക, നമ്മുടെ വ്യക്തിത്വം നമ്മൾ ഇല്ലാതെയാക്കാം. നമുക്ക് നമ്മുടേതായ ഒരു ഇസ്ലാമിക വ്യക്തിത്വമുണ്ട്. ഇനി ഏറ്റവും ചുരുങ്ങിയത് അത് നിശ്ചയിച്ചെങ്കിലേ മറ്റുള്ളവർക്ക് അറിയുള്ളൂ. ഇപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും അത് മാറ്റാൻ കഴിയില്ല. എന്നാലും ഇതിനൊരു സാന്നിധ്യമെങ്കിലും കൊടുക്കാലോ, അല്ലേ? ഇതിനൊരു സാന്നിധ്യമെങ്കിലും കൊടുക്കാലോ. അതും വളരെ അത്യപൂർവമായി പോയി. അതൊക്കെ ദൗർഭാഗ്യകരവും ഖേദകരവുമാണ്. അതൊക്കെ തിരികെ സ്ഥാപിക്കപ്പെടേണ്ടതാണ്. നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഹിജ്റ കലണ്ടർ പ്രകാരം എന്നാണ് ഏതാണെന്നുള്ളത് അതുകൂടി പറയാ. ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ചെയ്യണ്ടേ, വേണം എന്നതാണ് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ ആചാരങ്ങളോട് സാമ്യപ്പെടുന്നത്, അത് നിലവിളക്ക് കൊളുത്തിയിട്ടാലും വേണ്ടില്ല, അല്ലാത്ത തരത്തിലാരും വേണ്ടില്ല, മറ്റുള്ളവരുടെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും സാമ്യപ്പെടുന്നത് നമ്മൾക്ക് അനുവദിക്കപ്പെട്ടതല്ല. അത് തടയിടുകയാണ് ചെയ്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത്, നോമ്പുകാരൻ നോമ്പ് മുറിക്കാൻ സമയമായാൽ ഉടനെ നോമ്പ് മുറിക്കണം, പിന്നെ അവിടെ വൈകിക്കരുത്, അല്ലെ? നോമ്പ് മുറിക്കേണ്ട സമയമായാൽ ഉടനെ നോമ്പ് മുറിക്കലാണ് സുന്നത്ത്, വൈകിക്കാൻ പാടില്ല. അവിടെ കാരണം പറഞ്ഞു, ഇന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂന, ജൂതന്മാരും ക്രിസ്ത്യാനികളും നോമ്പെടുക്കുമ്പോഴോ സമയമായാലും ഒരു വൈകിക്കും എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ അവര് നോമ്പെടുക്കുന്നുണ്ട്, അവർക്കൊരു നോമ്പുണ്ട്. ആ നോമ്പെടുക്കുന്ന മുറിക്കേണ്ട സമയമായാൽ അവർ വൈകിക്കും, അതുകൊണ്ട് നിങ്ങൾ വൈകിക്കരുത്. കണ്ടില്ലേ? അപ്പൊ ആ ഒരു വിഷയത്തിൽ പോലും ആ സാമ്യപ്പെടൽ, ലാ യസാലുദ്ദീനു ലാഹിറൻ, ഹദീസ് ഇങ്ങനെയാണ്, ലാ യസാലുദ്ദീനു ലാഹിറൻ മാ അജ്ജലന്നാസുൽ ഫിത്ര. ജനങ്ങൾ നോമ്പ് മുറിക്കുന്നത് ഉളരിക്കുകയാണെങ്കിൽ, സമയമായാൽ ഉടനെ നോമ്പ് മുറിക്കുന്ന ഒരു സ്വഭാവം മുസ്ലിമീങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ദീൻ ഇവിടെ പ്രത്യക്ഷമായി വിജയിച്ചുകൊണ്ട് തന്നെ നിൽക്കും. എന്താണ് പറഞ്ഞത്? നോമ്പ് മുറിക്കാൻ സമയമായാൽ ഉടനെ നോമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? നോമ്പ് മുറിക്കാൻ സമയമായി ഉടനെ നോമ്പ് മുറിച്ചാൽ എന്തുണ്ടാവും? ദീൻ ഇവിടെ വിജയിച്ചോളൂ. അതെന്താ? നോമ്പ് മുറിക്കലും ഉടനെ നോമ്പ് മുറിക്കലും ദീന് വിജയിക്കലും തമ്മിൽ ബന്ധമുണ്ട്. അതെന്താന്നല്ലേ? അതായത് ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ദീനിന്റേതായ മുസ്ലിമിന്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. അത് സൂക്ഷിക്കുന്ന കാലത്തോളം ഇവിടെ ദീനൊരു കോട്ടവും തട്ടൂല. അതൊരു നോമ്പ് മുറിക്കലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂന, അവരോട് സാമ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാലോ നമ്മുടെ ദീനിന്റേതായ അംശങ്ങളും അതിന്റെ ചിഹ്നങ്ങളും ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത്. നമ്മൾ മറ്റുള്ളവരുടേത് കടമെടുക്കാൻ പോയി അവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടേത് ഇല്ലാതെയായി തീരും. അങ്ങനെയാവുമ്പോൾ ദീനിന്റേതായ യഥാർത്ഥം ഇവിടെ നിന്ന് ഇല്ലാതെയായി തീരുകയും നമ്മിലേക്ക് മറ്റുള്ളവരുടേത് കടന്നു വരികയും ചെയ്യും. നമ്മുടെ ദീനിന്റെ ചിഹ്നങ്ങളില്ലെങ്കിൽ പിന്നെ ആരില്ല അതുണ്ടാകുന്നത്? പിന്നെ ദീൻ എങ്ങനെ ഇവിടെ പ്രകടമാകുന്നത്? ദീൻ ഇവിടെ പ്രകടമായി നിലനിൽക്കണമെങ്കിൽ നമ്മിൽ ദീനിന്റേതായ ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കണം, അതുണ്ടായിരിക്കണം. അത് ദീനിന്റെ ഓരോ നിർദ്ദേശങ്ങളും വളരെ കൃത്യമായി കണിശമായി തന്നെ സൂക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ദീൻ ഇവിടെ ലാഹിറായി കൊണ്ട് പ്രകടമായി തന്നെ നിന്നോളും.
അത് നമ്മൾ ഒഴിവാക്കി മറ്റുള്ളവരത് കടമെടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മുടേത് ഇവിടെ ഇല്ലാതാവും, മറ്റുള്ളവരതിനേത് കിട്ടും, പ്രചാരം കിട്ടുകയും ചെയ്യും. അവർക്കിടയിലും അവരത്, നമുക്കിടയിലും അവരത്, നമ്മുടേത് ഇവിടെ ഇല്ലാതെയായി തീരും. അപ്പൊ നമ്മുടെ ദീനിന്റെ നിയമങ്ങളും നിഷ്ഠകളും അതിൻ്റെതായ അതിർവരമ്പുകളും നിർദ്ദേശങ്ങളും ആ വ്യക്തിത്വം പ്രകടമായി തന്നെ സൂക്ഷിച്ചുകൊണ്ട് നിലനിർത്തണമെന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയാണ് ആ ഹിജ്റ കലണ്ടർ, നമ്മുടേതായ സ്വന്തമായ കലണ്ടറും അവിടെ തുടങ്ങാനുണ്ടായ കാരണം. പിന്നെ ഹിജ്റയിൽ നിന്ന് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോ ആളുകളൊക്കെ വളരെ സന്തോഷിച്ചു. മദീനക്കാർ വളരെയേറെ സന്തോഷിച്ചു. ബറാഅ ഇബ്നു ആസിബ് എന്നവർ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു അഹ്ലൽ മദീനത്തി ഫരിഹു ബിശൈഇൻ ഫറഹഹും ബിറസൂലില്ലാ. മദീനക്കിലേക്ക് റസൂൽ അങ്ങോട്ട് വന്നപ്പോ മദീനക്കാർ തങ്ങൾ വന്നതിന്റെ പേരിൽ സന്തോഷിച്ചതുപോലെ ഒരു സമയത്ത് പിന്നെ അവർ സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ ശേഷം എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബദർ യുദ്ധം പോലും വിജയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നാലും അതിനേക്കാളൊക്കെ അവർ ഏറെ സന്തോഷിച്ചത് റസൂലുള്ളാഹി അവരിലേക്ക് വന്ന സമയത്ത്. അത് ഉറപ്പാണല്ലോ, റസൂലുള്ളാഹി തങ്ങൾ അവരുടെ ഇടയിലേക്ക് അവർക്ക് സ്വന്തമായിട്ട് അങ്ങോട്ട് കിട്ടിയാൽ മദീനക്കാർ പിന്നെ അതിനപ്പുറം എന്തുകൊണ്ടാണ് സന്തോഷിക്കേണ്ടത്? അപ്പൊ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഖദിമ റസൂലുള്ളാഹി, ഖദിമ റസൂലുള്ളാഹി, റസൂലുള്ളാഹി വന്നിട്ടോ, റസൂലുള്ളാഹി എത്തിയിട്ടോ. ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങി. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ സലാം എന്നവർ പറയുന്നുണ്ട്, അദ്ദേഹം പണ്ഡിതനാണ്, ജൂതന്മാരിൽപ്പെട്ട പണ്ഡിതനാണ് അബ്ദുല്ലാഹ് ബിൻ സലാം എന്നവർ. മഹാനവറുകൾ പറയാണെന്ന്, എൻജഫലന്നാസു നഹ്വൽ മദീനത്തി, ജനങ്ങൾ മദീനയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിക്കൂടാൻ തുടങ്ങി. ജനങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിക്കൂടാൻ, ആളുകൾ ഒന്നാം കൂട്ടമായിട്ട് ഇങ്ങനെ പോവാൻ. ഞാനും അപ്പൊ ചെന്ന് നോക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന്റെ പേരിൽ സഹാബത്തൊക്കെ വല്ലാതെ സന്തോഷിച്ചു. കുട്ടികളും അടിമപ്പെണ്ണുങ്ങളൊക്കെ റോട്ടിലേക്കും വഴിയിലേക്കും ഇറങ്ങി റസൂലുള്ളാഹി തങ്ങൾക്ക് മർഹബ പാടിയും കൊണ്ട് ദഫ്മുട്ടി പാട്ട് പാടാൻ തുടങ്ങി. അല്ലാഹു അക്ബർ തക്ബീർ ധ്വനികൾ മുഴക്കാൻ തുടങ്ങി. ഇതൊക്കെ റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി തങ്ങളെ കിട്ടിയതിന്റെ പേരിൽ, ലഭിച്ചതിന്റെ പേരിൽ സന്തോഷം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും? ആ സന്തോഷമുള്ള സമയത്ത് എന്ത് ചെയ്യും? ദഫ്മുട്ടലും പാട്ട് പാടലും തക്ബീർ കൂലു തക്ബീർ പറയലൊക്കെ അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഒക്കെ സ്വഹാബത്തൊക്കെ ചെയ്ത് കാണിച്ചത് തന്നെയാണ്. അതിങ്ങനെ പിന്നെ ഇന്ന ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇന്ന റബീഉൽ അവ്വൽ ചെയ്തിട്ടുണ്ടോ, ഇന്ന മാസം ചെയ്തിട്ടുണ്ടോ, അത് ഒരിക്കൽ ചെയ്താൽ തന്നെ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാവണം. അതാണ് ഇപ്പൊ അതിനൊക്കെ ഉള്ള യഥാർത്ഥം. ഏതെങ്കിലും ആവട്ടെ. അപ്പോ അങ്ങനെയാണ് അതിന്റെ കാര്യമുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഫോണേറെ കൊണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? മദീനത്ത് വന്നതിന്റെ ശേഷം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ സലാം എന്നവർ പറയാണ്, അബ്ദുല്ലാഹ് ബിൻ സലാം എന്നവർ തൗറാത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ്, പണ്ഡിതനാണ്. അപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് സംബന്ധിച്ച്, പ്രവാചകനെ സംബന്ധിച്ച് വന്നിട്ടുള്ള അവരുടെ തൗറാത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളൊക്കെ ശരി തന്നെയാണോ, ഇദ്ദേഹത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആര് ചെന്നു? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ സലാം എന്നവർ ചെന്നു. അങ്ങനെ ഞാൻ ചെന്നു. ഫലമ്മാ റഅയ്തു വജ്ഹഹു, തങ്ങളുടെ മുഖം ഞാൻ അങ്ങോട്ട് കണ്ടപ്പോ, അബ്ദുല്ലാഹ് ബിൻ സലാം എന്നവർ പറയാണ്, ഞാൻ തങ്ങളുടെ മുഖം കണ്ടപ്പോൾ ഞാൻ മുഖത്ത് നോക്കിയിട്ടൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചെന്നതാണ്. ഫലമ്മാ അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബിൻ, ആ മുഖം കണ്ടപ്പോ തന്നെ ഇത് നുണ പറയുന്ന ഒരാളുടെ മുഖമല്ല എന്ന് എനിക്ക് മനസ്സിലായി. അബ്ദുല്ലാഹ് ബിൻ സലാം എന്നവർ പറയാണ്, മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നുണ പറയുന്ന ഒരാളുടെ മുഖമല്ല എന്ന് മനസ്സിലായി. എന്നിട്ട് പിന്നെ അബ്ദുല്ലാഹ് ബിൻ സലാം എന്നവർ പറയുന്നത്, വകാന അവ്വലു മാ തകല്ലമ ബിഹി അൻ ഖാല അയ്യുഹന്നാസ് അഫ്ശുസ് സലാം വഅത്ഇമുത് തആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഇതിന്റെ വിവിധ റിപ്പോർട്ടുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വന്നു. ജനങ്ങൾ ഒരുമിച്ച് ഓടിക്കൂടിയിരിക്കുകയാണ്. ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് ആദ്യമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കുകളാണത്, അല്ലെങ്കിൽ ആദ്യമായി ജനങ്ങൾക്ക് കൊടുക്കുന്ന അവിടുത്തെ അധ്യാപനങ്ങളാണത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ ആ ഹദീസിൽ പറഞ്ഞ ഓരോ കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ കൂടി നമുക്ക് പറയാൻ കഴിയില്ല. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ശുസ്സലാം, സലാമിനെ നിങ്ങൾ വ്യാപകമാക്കണേ, സലാം നിങ്ങൾ വ്യാപകമാക്കണേ. എന്താണ് പറഞ്ഞത്?
അതൊരു വാക്കാണ്. അതിന്റെ പരിധിയിൽ വരുന്നതൊക്കെ അതിൽ പെടും. നിങ്ങൾ മുസ്ലിമീങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും എന്ന് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷ കൊണ്ട് പ്രാർത്ഥിക്കണം. അതായത് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടതാണത് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അല്ലെ? സുരക്ഷിതത്വം, ആരോഗ്യം ഉണ്ടാവുക, സുരക്ഷിതത്വം ഉണ്ടാവുക. ഈ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടേതില്ല, ജീവിതത്തിന് ഒരു സമാധാനം സ്ഥിരത കിട്ടുകയുമില്ല. അപ്പോ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രക്ഷ ഉണ്ടാവുക ഇത് നിങ്ങൾ വ്യാപകമാക്കണേ എന്നാണ് പറഞ്ഞത്. അത് കാണുമ്പോൾ പരസ്പരം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് മാത്രമല്ല, ലോകത്ത് ജനങ്ങളോടാണ് പറയുന്നത്, ജനങ്ങൾക്ക് എല്ലാവർക്കും രക്ഷ വേണം, സുരക്ഷിതരായിരിക്കണം. അതിനാണ് ഈ ദീൻ ഇവിടെ വന്നിട്ടുള്ളത്. ദീന് റഹ്മത്താണ് ദീന്. ആ റഹ്മത്ത് ഇവിടെ നിലനിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും സുരക്ഷിതരായിരിക്കും. റഹ്മത്ത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഏത് വേണം? നിലനിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ സുരക്ഷിതരായിരിക്കും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ, ഈ ദീൻ ഇവിടെ പൂർത്തിയാകുന്ന ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ സൻആ മുതൽക്ക് ഹളറമൗത്ത് വരെ യാത്ര ചെയ്യാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ദീൻ വരുന്നത് സുരക്ഷിതത്വം സ്ഥാപിക്കാനാണ്, അല്ലെ? രക്ഷ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, രക്ഷയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ദീൻ. അതാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഫ്ഷുസ്സലാം. ദീൻ എന്ന് പറഞ്ഞത് റഹ്മത്താണ്. ആ റഹ്മത്ത് ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോ റഹ്മത്തുണ്ടാവണമെങ്കിൽ ഏത് വേണം? നീതി വേണം. റഹ്മത്തുണ്ടാവണമെങ്കിൽ, കാരുണ്യം യാഥാർത്ഥ്യമാവണമെങ്കിൽ നീതി ഉറപ്പുവരുത്തണം. നീതി എന്ന് പറഞ്ഞാൽ എന്താ? നീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരവർക്ക് അർഹതപ്പെട്ടത് വകവെച്ചു കൊടുക്കലാണ്. സമത്വമല്ല നീതി. സമത്വം എല്ലാവരും ഇവിടെ സമന്മാർ, അങ്ങനൊന്നും ഇവിടെ അല്ല. അത് വെറുതെ പറയുന്നതാ. എല്ലാവരും ഇവിടെ സമന്മാരല്ല. എല്ലാവരും ഇവിടെ സമന്മാരായ ഇവിടെ വല്ല കാര്യം നടക്കുമോ? പിന്നെ ആളുകളെ വിവിധ തട്ടുകളിൽ അള്ളാഹു തആല നിശ്ചയിച്ചതാ. ആണും പെണ്ണും അള്ളാഹു നിശ്ചയിച്ചതാ. അത് വലിയവനും ചെറിയവനും പണക്കാരനും അല്ലാത്തവനും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചതാ. ഈ ഏറ്റ വ്യത്യാസം ഇവിടെ ഉണ്ടെങ്കിൽ മനുഷ്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോവുള്ളൂ. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അങ്ങനെ ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് വകവെച്ചു കൊടുക്കുക എന്നുള്ള നീതി എന്ന് പറഞ്ഞാൽ, അപ്പോ അർഹതപ്പെട്ടത് വകവെച്ചു കൊടുക്കണമെങ്കിൽ അക്രമിയുടെ കൈ കെട്ടേണ്ടി വരും, അല്ലെ? നീതി ഉറപ്പുവരുത്തണമെങ്കിൽ നീതിയെ ലംഘിക്കുന്ന അക്രമി, നീതിക്കെതിരാണ് ദുൽമ്, അക്രമിയെ നിലക്ക് നിർത്തേണ്ടി വരും, അക്രമിയെ കൈ പിടിച്ചു കെട്ടേണ്ടി വരും. അത് നീതിയാണ് എങ്കിലേ ഏതുണ്ടാവുള്ളൂ കാരുണ്യം യാഥാർത്ഥ്യമാവുകയുള്ളൂ. അക്രമിയെ കയറൂരി വിട്ടാലോ നബിന് അവിടെ വല്ല കാരുണ്യം ഉണ്ടോ? ഇല്ല. അപ്പൊ കാരുണ്യം യാഥാർത്ഥ്യമാവണമെങ്കിൽ നീതി ഉറപ്പുവരുത്തണം. നീതി യാഥാർത്ഥ്യമാവണമെങ്കിൽ ഏത് വേണം? ഉറപ്പുവരുത്തണമെങ്കിൽ അക്രമിയെ നിലക്ക് നിർത്തേണ്ടി വരും. അപ്പൊ അതിനുള്ള നിയമം ദീനിന് വേണ്ടി വരും എന്നർത്ഥം. അപ്പൊ യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം ചെയ്യണം, കൊല്ലേണ്ടവനെ കൊല്ലേണ്ടി വരും, കൈ മുറിക്കേണ്ടവനെ കൈ മുറിക്കേണ്ടി വരും, കൈ കെട്ടേണ്ടവനെ അങ്ങനെ ചെയ്യേണ്ടി വരും. എങ്കിലേ നീതി യാഥാർത്ഥ്യമാവൂ, എങ്കിലേ ഏതുണ്ടാവുള്ളൂ? കാരുണ്യം എന്നത് ഇവിടെ പുലരുകയുള്ളൂ. അപ്പൊ ആ ഒരു കാരുണ്യത്തിലാണ് ഈ ദീനിന്റെ അടിത്തറ. അള്ളാഹു റഹ്മാനുർ റഹീമായ അള്ളാഹുവാൻ, അവന്റേതായ നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ദീനിന്റെ അടിത്തറയും ഇതിന്റെ നിയമങ്ങളും കാരുണ്യത്തിൽ ചാലിച്ചെടുത്തതാണ്. അപ്പൊ ആ കാരുണ്യത്തിൽ നിലനിൽക്കുന്ന ഈ ദീൻ ഇവിടെ സലാമിന് വേണ്ടി വന്നതാണ്. ആ ദീൻ ഇവിടെ സലാമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ ജനങ്ങൾക്കും സലാം. എല്ലാവരും ഇവിടെ സുരക്ഷിതരാവണം. എല്ലാ ആളുകളും അള്ളാഹിന്റെ സൃഷ്ടികളാണ്, അല്ലെ? എല്ലാം അള്ളാഹിന്റെ സൃഷ്ടികളാണ്. അവർക്കൊക്കെയും അല്ലാഹു തആല അവർക്ക് പറ്റുന്നതായ തരത്തിൽ തന്നെ ഈ ലോകത്തെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഹിദായത്ത് ലഭിച്ചു. അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്, അള്ളാഹുവിന്റെ ഫളലാണ്. നമ്മുടെ ആരും യോഗ്യത ഒന്നുമല്ല എന്ന് വെച്ചിട്ട് നമ്മളല്ലാത്തവരെ, മുസ്ലിമീങ്ങളല്ലാത്തവരൊക്കെ കൊല്ലണം എന്നൊരു നിയമം ദീനിലില്ല. അങ്ങനെ ഒരു ദീൻ ഇവിടെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുമില്ല. അതൊരിക്കലും അനുവദനീയവുമല്ല. എല്ലാവർക്കും സുരക്ഷിതത്വം ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കണം. അഫ്ഷുസ്സലാം, നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ ഇവിടെ രക്ഷ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. ഇതാണ് ആദ്യത്തെ വാക്ക്. വാത്ഇമുത്ത്ആം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം.
ഭക്ഷണം ആവശ്യമുള്ളവൻ വിശക്കുന്നവന്റെ വിശപ്പ് കണ്ടറിയണം. അത് വലിയൊരമലാണ്. അത് വേറെ തന്നെ ഒരു ക്ലാസ് എടുക്കേണ്ട കാര്യമാണ്. വസിലുൽ അർഹാം, പ്രത്യേകമായി കുടുംബബന്ധം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില്ലറ അല്ലറ തെറ്റിദ്ധാരകളുടെ പേരിലും മറ്റു ചില കാരണങ്ങളുടെ പേരിലൊക്കെ മുറിയേണ്ടതല്ല. അള്ളാഹുവിന് വേണ്ടി അത് നിലനിർത്തണം. മുറിയേണ്ടി വന്നാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. നമ്മുടെ സ്വന്തമായ കണക്കുകൂട്ടലുകളും തെറ്റിദ്ധാരണകളൊന്നും കുടുംബ ബന്ധങ്ങൾ മുറിയാൻ കാരണമാവരുത്. അതും വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതും പ്രത്യേകം ആ ആദ്യത്തിൽ തന്നെ റസൂലുള്ള കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അതൊക്കെ. വസിലുൽ അർഹാം വസല്ലു വന്നാസു നിയാം, രാത്രി ആളുകളൊക്കെ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കാം. എല്ലാവരും കിടന്നുറങ്ങുന്നു, ഒരാൾ മാത്രം എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്തിന് നിൽക്കുന്നു, നമസ്കരിക്കാൻ നിൽക്കുന്നു. അത് അള്ളാഹു ഒരിക്കലും വെറുതാക്കില്ല. അത് വളരെ വലിയ ഒരു അമലാണ്. അപ്പൊ എല്ലാം വേണം. ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇവൻ, ലോകത്ത് മുഴുവൻ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പാവപ്പെട്ടവനെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ അവൻ ചെയ്യുന്നു. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ വളരെ പ്രത്യേകമായി സൂക്ഷിക്കുന്നു. അതേസമയം അള്ളാഹുമായുള്ള അവന്റെ ബന്ധം വളരെ രഹസ്യമായ വലിയ ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു. ഇങ്ങനൊരു മനുഷ്യനായി കഴിഞ്ഞാലോ തദ്ഖുലുൽ ജന്നത ബിസ്സലാം, യാതൊരു വിഷമമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോവാം. ഒരു പ്രയാസമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ആദ്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അഫ്ഷുസ്സലാം, സലാമിനെ വ്യാപകമാക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യണം. ഇവിടെ ലോകത്തെല്ലാവരും സുരക്ഷിതരാവാൻ എന്താണ് സമാധാനം ഇവിടെ സ്ഥാപിക്കാൻ എന്താണോ കഴിയുന്നത് അത് ചെയ്യണം. എല്ലാവർക്കും രക്ഷ ഉണ്ടാവാൻ വേണ്ടി. ഇത് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വേറെ റിപ്പോർട്ടിൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മാത്രമാണ് തങ്ങളിലേക്ക് റഫ് ചെയ്യാതെ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് സലാസും മിനൽ ഈമാൻ, 3 കാര്യം ഈമാനിൽപ്പെട്ടതാണ്. വേറെ റിപ്പോർട്ടിൽ ഈമാന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. അൽ ഇൻഫാഖു മിനൽ ഇഖ്താരി, ഇല്ലായ്മയിൽ നിന്ന് ചെലവഴിക്കുക. തന്റെ കയ്യിൽ കൂടുതലൊന്നുമില്ല, തന്റെ ആവശ്യങ്ങൾക്ക് തന്നെ തികയണില്ല, അത് ആണെങ്കിലും വിഷമിക്കുന്നവന്റെ വിഷമം കണ്ടിട്ട് അവന് സഹായിക്കുക, കൊടുക്കുക. അത് വലിയൊരു ഈമാനുള്ളവർക്ക് കഴിയുള്ളൂ. സ്വന്തം തന്നെ വിഷമിച്ചിട്ടാണ് കോത്തൊപ്പിച്ചിട്ടും ഇല്ലായ്മയിലാണ് ജീവിക്കുന്നത്. അതിൽ നിന്നും വിഷമിക്കുന്നവനെ കണ്ടപ്പോൾ അവനെ സഹായിക്കുക, അതിന് വലിയൊരു മനസ്സ് തന്നെ വേണം. അത് ഈമാന്റെ പൂർണ്ണതയാണ്. അതേപോലെ വൽ ഇൻസാഫു മിൻ നഫ്സിക, നിന്റെ സ്വന്തം കാര്യത്തിന് താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിലും നിഷ്പക്ഷത ഉണ്ടായിരിക്കുക. സ്വന്തം താല്പര്യം ചിലപ്പോൾ എതിരാവാം, എന്നാൽ പോലും ഹക്കിന്റെ കൂടെ അദിലിന്റെ നീതിയുടെ കൂടെ നിൽക്കുക, നിഷ്പക്ഷത ഉണ്ടാകുക, പക്ഷപാതം എന്ന് പറയുന്നത് ഒഴിവാക്കുക. അത് ഈമാന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. സ്വന്തം താല്പര്യങ്ങൾ ചിലപ്പോൾ ഹനിക്കേണ്ടി വരും, അതിനെ അവഗണിക്കേണ്ടി വരും. അതുപോലെ തന്നെ വബദുലുസ്സലാമിലിൽ ആലം, ലോകത്ത് മുഴുവനും സലാമിന് വേണ്ടി കഴിയുന്നത് ചെയ്യാം. ലോകത്ത് മുഴുവനും രക്ഷ ഉണ്ടാവാൻ വേണ്ടി തന്നാൽ കഴിയുന്നത് പ്രവർത്തിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? മുസ്ലിമീങ്ങളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും, എല്ലാ ജീവികളുണ്ടായിരിക്കും. എല്ലാ വസ്തുക്കൾക്കും ഇവിടെ ഏതുണ്ടായിരിക്കണം? രക്ഷ ഉണ്ടാവണം. അതിന് വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രധാനപ്പെട്ട, അന്ന് വന്നുകൊണ്ട് പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മളെ കൊണ്ട് ഒരു ഫിത്ന, ഒരു കുഴപ്പം ഒരു സമൂഹത്തിലോ ഒരു നാട്ടിലോ ഒരു ഗ്രാമത്തിലോ ഒരു കുടുംബത്തിലോ ഒരു വ്യക്തിയിലോ ഉണ്ടാവരുത്. അതിന് ഏറ്റവും സൂക്ഷിക്കണം. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ എന്നല്ലേ അല്ലേ? ഫിത്ന എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശിദ്ദത്തുള്ളതാണ്, ശക്തിയുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു വ്യക്തിയിലോ അയാളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു നാട്ടിലോ എവിടെയും തന്നെ കൊണ്ട് ഫിത്ന ഉണ്ടാകുന്നത് സൂക്ഷിക്കണം. ഫിത്ന ഉണ്ടാവുന്നത് സൂക്ഷിക്കണം. എങ്ങനെയും എവിടെ പോയിട്ടും എന്തെങ്കിലും കഴിയുന്ന വിധത്തിൽ ഒരു ഫിത്ന ഉണ്ടാക്കണം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാര് അപകടത്തിൽ തന്നെയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫിത്ന ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാനിപ്പോ ഈ നടക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ജീവിച്ചിട്ട് എന്തോ ഒരു കാര്യം കിട്ടിയത്? എവിടെങ്കിലും ഒരു ഫിത്ന ഉണ്ടാക്കിയാൽ ആ ഒരു പേര് എനിക്ക് കിട്ടുമല്ലോ. ഈ ഒരു സ്വഭാവമുള്ള ആളുകൾ അപകടത്തിൽ തന്നെയാണ്. എവിടെയും സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം.
അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാക്കിയത്, പഠിപ്പിച്ചത്. സുരക്ഷിതരായി സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും വൃത്തികെട്ടതാണ്, വളരെയേറെ ഗൗരവമേറിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ ഏറ്റവും വെറുക്കുന്നതുമാണ്. അതിനെ സംബന്ധിച്ച്, ഫിത്നയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുണ്ട്. പല ഹദീസുകളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വളരെ നീണ്ടുപോകുമെന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സഹാബിമാർ അങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്നയെ സംബന്ധിച്ച് പറയുന്നത് കേട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഫിത്നയെ സംബന്ധിച്ച് പറയുന്നത് ആരാ കേട്ടിട്ടുള്ളത്? അപ്പോ ആളുകൾ പലരും പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റൊരു ഫിത്നയാണ്. അത് ഓരോരോ വ്യക്തിയുടെ സ്വന്തത്തിലുള്ള ഫിത്നകൾ, അവന്റെ കുടുംബത്തിൽ, അവന്റെ മക്കളിൽ, അവന്റെ അയൽവാസി, അല്ലെങ്കിൽ ഓരോരുത്തരും സ്വന്തത്തോട് ചെയ്യുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ തന്റെ കുടുംബത്തോട് ചെയ്യുന്ന വീഴ്ചകൾ, അല്ലെങ്കിൽ തന്റെ അയൽവാസിയോട് ചെയ്യുന്ന തെറ്റുകൾ, അങ്ങനെ മനുഷ്യരിൽ സംഭവിക്കാവുന്ന തെറ്റുകൾ, അതാണ് ആ ഫിത്ന. ആ ഫിത്നകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റ് തന്നെയാണ്, വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതേസമയം അത്തരം തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചാൽ സ്വാലിഹായ അമലുകളെ കൊണ്ടൊക്കെ എന്താക്കാം, അല്ലാഹു തആല പുറത്തു തരാം. ഇപ്പൊ തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ ഇബാദത്തുകളെ കൊണ്ടൊന്നുണ്ടാവും, അല്ലാഹു തആല പുറത്തു തരാലോ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ വേറെ ചില ഫിത്ന ഉണ്ട്. അതെന്താണ്? ഫിത്നുൻ തമൂജു കമൗജിൽ ബഹരി, ബഹർ കടലിലെ തിരമാലകളെ പോലെ വരുന്ന ഫിത്നുണ്ട്. ആ ഫിത്നെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. കടലിലെ തിരമാലകൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അടക്കി വരുന്നതായിരിക്കും, വ്യാപകമായി അതിന്റെ പരിധിയിൽ ആ ഒരുപാട് ഉൾക്കൊള്ളും, അതിന്റെ പരിധിയിൽ ഒഴിവാവുന്നവർ കുറവായിരിക്കും. അതേസമയം അതിങ്ങനെ വന്നാൽ തടയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അടങ്ങാത്ത ഫിത്ന, ഒതുങ്ങാത്ത കുഴപ്പങ്ങൾ, ഒന്നിന് പുറകെ ഒന്നായിട്ട് കുഴപ്പങ്ങൾ. അതുമല്ല, ആരും അതിന് ഒഴിവാവുകയുമില്ല, തടയാൻ കഴിയുകയുമില്ല. അങ്ങനെ കടലിലെ തിരമാലകളെ പോലെ വരുന്ന ഫിത്ന. ആ ഫിത്നയെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നത് ആരാണ് കേട്ടത് എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഒന്നും മിണ്ടാതിരുന്നു. അപ്പൊ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അത് കേട്ടിട്ടുണ്ട്. എന്നാ നിങ്ങൾ പറയാം, നിങ്ങളാണത് കേൾക്കാനും പറയാനും അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പൊ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, തുറലുൽ ഫിത്നു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ. കുഴപ്പങ്ങൾ ഇവിടെ വരും, ആകെ കുഴപ്പങ്ങളായിരിക്കും, ഇവിടെ പ്രശ്നങ്ങൾ വരും. അത് ഹൃദയത്തിൽ വല്ലാതെ കൊണ്ടുപിടിക്കുകയും ചെയ്യും. ആളുകളുടെ മനസ്സിൽ ഫിത്നകൾ, കുഴപ്പങ്ങൾ വല്ലാതെ സ്വാധീനിക്കും, സ്ഥാനം പിടിക്കും. കൽ ഹസീരി ഊദൻ ഊദൻ, പായയുടെ ഓരോ ഊദൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നത് പോലെയല്ല. പണ്ട് ഈ ഇവിടെ ഗൾഫിലൊക്കെ കാണാം ചിലപ്പോ ഈത്തപ്പനയുടെ ലീഫ് വെച്ചുകൊണ്ട് ഇങ്ങനെ വടികളായി വെച്ചുകൊണ്ടുള്ള പായകൾ. അതിങ്ങനെ നമ്മള് എന്താ പറയാ, വടികൾ വെച്ചുകൊണ്ടുണ്ടാക്കുന്ന വടികൾ നമ്മൾ നേരത്തെ ഇങ്ങനെ വെച്ചാൽ ഉണ്ടാകുന്നത് പോലെ രൂപക്കായിരിക്കും അതിനുണ്ടാകുക. ആ നിലക്കുള്ള ഒരു പായ, ആ പായയിൽ ഒരാൾ കിടന്നാൽ എഴുന്നേറ്റ് നോക്കി അയാളുടെ ശരീരത്തിൽ ഓരോ വടികളും ഇങ്ങനെ അടയാളപ്പെട്ടത് കാണാം. ഒന്നിന്റെ താഴെ ഒന്നായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയത് കാണാൻ പറ്റും, അല്ലേ? എന്നതുപോലെയുള്ള ഫിത്ന ഇത് ഹൃദയത്തിന്റെ മേൽ വരും എന്ന് പറഞ്ഞാൽ ഫിത്നകൾ തന്നെ. ചില ആളുകളുടെ ഹൃദയത്തിൽ ഫിത്ന മാത്രമേ ഉണ്ടാവുള്ളൂ, കുഴപ്പം മാത്രമേ അവന്റെ ഹൃദയത്തിലുള്ളൂ. അത് ഒന്ന് മാത്രമല്ല, ഒന്നിന്റെ താഴെ മറ്റൊന്ന്, മറ്റൊന്ന്, അത് നല്ലവണ്ണം സ്വാധീനിച്ചതും അടയാളപ്പെട്ട് കിടക്കുന്നതും കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഫിത്ന ഉണ്ടാകും. ഈ ഫിത്ന ശരിക്ക് ഹൃദയത്തിലേക്ക് കയറ്റിയ ആളുകൾ, ഫിത്ന തന്നെ ഹൃദയത്തിൽ, ഈ കുഴപ്പം തന്നെ മാത്രം ഹൃദയത്തിലുള്ള ആളുകൾ, നുക്കിത്ത ഫീ നുക്തത്തു സൗദ, അതൊക്കെ കറുത്ത കുത്തുകളായി മാറും. വായു കൽബിൻ അൻകറഹ, അതിനെ തള്ളിക്കളഞ്ഞ, ഫിത്ന ഹൃദയത്തിലേക്ക് കടക്കാത്ത, അതിനെ ഒഴിവാക്കിയ ആളുകൾ, നുക്കിത്ത ഫീ നുക്തത്തുൻ ബൈള, അത് വെളുത്ത കുത്തുകളുമാവും. എന്ന് വെച്ചാൽ ഫിത്നയുടെ ഇരുട്ട് പുരളാത്ത ശുദ്ധമായ ഹൃദയങ്ങളായിരിക്കും. ചുരുക്കത്തിൽ ഹത്താ തസീറായ കൽബൈനി, 2 തരത്തിലുള്ള ഹൃദയമായിരിക്കും മനുഷ്യന്മാർക്ക് ഉണ്ടാകുക. എല്ലാ മനുഷ്യന്മാരും 2 തരം ഹൃദയമായിരിക്കും മൊത്തത്തിൽ മനുഷ്യന്മാർക്ക് ഉണ്ടാകുക. അല്ല അബിയദ മുസ്ല സഫ, തിളക്കമുള്ള വെള്ള മുത്തുകളെ പോലെ
തീരെ ഫിത്നയുടെ കറ പുരളാത്ത ശുദ്ധമായ പ്രകാശമുള്ള നല്ല നല്ല ഹൃദയം, അത്രക്കാരുണ്ടായിരിക്കും നല്ല മനുഷ്യന്മാര്. ഫലാ തദുർറുഹു ഫിത്നത്തും മാദാമത്തു സമാവാതു വൽ അർളു. ഇവിടെ എന്ത് കുഴപ്പമുണ്ടായാലും അവർക്ക് അതൊന്നും ബാധിക്കില്ല, അതൊന്നും അവരുടെ ഹൃദയത്തിലേക്ക് കയറുകയില്ല. വേറെ ചില ആളുകൾ വല്ലാഖിറു അസ്വദു മുർബാദൻ കൽ ഖൂസി മുജഖിയ, വേറെ ചില ഹൃദയങ്ങളുണ്ട്, കറുത്തിരുണ്ടതാണത്, കറുത്തിരുണ്ട ഹൃദയം, അത് വല്ലാതെ കറുത്തുപോയിരിക്കുന്നു, ഫിത്നകളെ കൊണ്ട് കുഴപ്പങ്ങളെ കൊണ്ട് കറുത്തിരുണ്ടു പോയിരിക്കുന്നു, വല്ലാതെ കറുപ്പാണ്. എത്രത്തോളം കൽക്കൂസ് മുജഖിയ, ഒരു കൂസ്, ഒരു പാത്രം നമുക്ക് എന്തിനാ, പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള നല്ല എന്തെങ്കിലും സാധനം വെക്കാനാണല്ലോ പാത്രം എന്ന് പറയുന്നത്. ആ പാത്രത്തിൽ നമ്മൾ എന്തെങ്കിലും നല്ല സാധനം, വെള്ളം, പാല്, അങ്ങനെ എന്തെങ്കിലും നല്ല സാധനം, ആവശ്യമുള്ള സാധനം, ഇത് സൂക്ഷിക്കാനാണ് നമുക്ക് പാത്രം. ഈ പാത്രത്തെ നമ്മൾ ചരിച്ചു വെച്ചാലോ കമഴ്ത്തി വെച്ചാലോ അതിലുള്ള ആ സാധനം കൂടി പുറത്തു പോകും എന്ന് മാത്രമല്ല, ആ പാത്രത്തിനെ കഴുത്തി വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ എന്തൊഴിച്ചു കൊടുത്താലും ഉള്ളിലേക്ക് അങ്ങോട്ട് കയറില്ല. പാത്രത്തെ കൂസിനെ കമഴ്ത്തി വെച്ചുകൊണ്ട് അതിന്റെ മേലെ വെള്ളം വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇതുപോലെ ഹൃദയമുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഇവന്റെ ഹൃദയത്തിൽ നന്മയായിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അതിന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്ന നന്മ തന്നെ പുറത്തു പോവുകയും ഇനി ഒരു നന്മ അങ്ങോട്ട് കയറൂല. അത്തര കറുത്തിരണ്ട വൃത്തികെട്ട ഹൃദയം. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കണ്ണിന് മുന്നിൽ ചില ആളുകൾ കാണുന്ന പോലെ തോന്നാണ്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അല്ലേ? ഒരിക്കലും അതിലൊരു നന്മ ഉള്ളതായി നിലനിൽക്കില്ല, പോയിട്ടുണ്ടാവും. ഇനി ഒന്നും അങ്ങോട്ട് കയറുകയുമില്ല. അതിനെ സംബന്ധിച്ച് റസൂലുള്ള പിന്നെ പറഞ്ഞത് എന്താണെന്നല്ലേ, ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാഹു. ആ ഹൃദയത്തിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എന്ത് നന്മ അങ്ങോട്ട് പറഞ്ഞെടുത്താലും സ്വീകരിക്കില്ല, എന്തെന്നെ അങ്ങോട്ട് പറഞ്ഞാലും സ്വീകരിക്കുന്നല്ല, അത് കേൾക്കുന്നല്ല, അംഗീകരിക്കുന്നല്ല. വലാ യുൻകിറു മുൻകറൻ, തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ തെറ്റിനെ തെറ്റായും അംഗീകരിക്കില്ല. എത്ര തന്നെ തെറ്റുകൾ നേരെ കണ്ണുകൊണ്ട് കണ്ടാലും ബോധ്യപ്പെട്ടാലും അതും അംഗീകരിക്കില്ല. പിന്നെന്താ അംഗീകരിക്കുക? ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാഹു. ഇവൻക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഇവൻക്ക് ചില കാര്യങ്ങളോട് താല്പര്യമുണ്ട്, അത് മാത്രമേ ഓൻ സ്വീകരിക്കൂ. അത് അവന്റെ ഹവയാണ്. ഇവൻക്ക് ചില കാര്യങ്ങളോട് താല്പര്യമുണ്ട്, ചില കാര്യങ്ങൾ കേൾക്കണം, ചില കാര്യങ്ങൾ അറിയണം, ഇത് മാത്രമേ ഓൻ കേൾക്കൂ. വേറെ എന്ത് നന്മ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, തിന്മയെ സംബന്ധിച്ച് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, ഒന്നും അവന്റെ ഹൃദയത്തിലേക്ക് കയറൂല. അത്തരം കറുത്ത ഹൃദയങ്ങളും ഇവിടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് എന്നവരോട് പിന്നെ ഹുദൈഫത്ത് എന്നവർ പറയാണ്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല, ആ ഫിത്നകളുടെയും നിങ്ങളുടെയും ഇടയിൽ ഒരു വാതിലുണ്ട് എന്ന് പറഞ്ഞു. ഒരു വാതിൽ, ഒരു കവാടമുണ്ട്, ആ ഫിത്ന അങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള അടക്കപ്പെട്ടൊരു കവാടമുണ്ട്. പക്ഷെ ആ കവാടം പൊട്ടിക്കപ്പെടും, ആ വാതില്, ആ ഗേറ്റ് പൊട്ടിക്കപ്പെടും. പൊട്ടിച്ചുകൊണ്ട് ഫിത്നക്കാര് പുറത്തുനിന്ന് അകത്തേക്ക് കയറും എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പൊട്ടിക്കുകയാണോ? അതെ, പൊട്ടിക്കന്നെ ചെയ്യാ, തുറക്കുകയല്ല, പൊട്ടിക്കുകയാണ് ചെയ്യാ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ അത് അടക്കലില്ല, തുറന്നൊക്കെ ആണെങ്കിൽ പിന്നെ അടക്കാൻ വഴി ഉണ്ടാവുമല്ലോ, പൊട്ടിച്ചൊക്കെ ആണെങ്കിൽ പിന്നെ അതിൽ അടക്കാൻ വഴിയില്ലല്ലോ. എന്ന് വെച്ചാൽ ഫിത്നകൾ പറഞ്ഞ തരത്തിലുള്ള ഫിത്ന ഇവിടെ തുടക്കം കുറിക്കും, അത് പിന്നെ അവസാനിക്കില്ല, അത് ഒന്നിന്റെ പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇത്തരം ഫിത്നക്കാർ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെയ്യും. അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവരൊന്നും നന്മ അവരെ മനസ്സിലേക്ക് കയറുന്നല്ല, അതവര് കമഴ്ത്തി വെച്ചിരിക്കുന്ന അവർ ഹൃദയത്തെ. അതൊന്നല്ല, ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് പല പേരിലും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അവരിവിടെ എന്നും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സുരക്ഷിതത്വം, സമാധാനം ഇവിടെ ഇല്ലാതെയായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറയുടെ ലക്ഷ്യവും ദീൻ ഇവിടെ പൂർത്തീകരിക്കലാണ്. ദീന് പൂർത്തീകരിച്ചാൽ ഇവിടെ ഏതുണ്ടാവണം? സമാധാനം ഉണ്ടാകുന്നാണ് പറഞ്ഞത്, സുരക്ഷിതത്വം ഉണ്ടാകും. അതിനാണ് ദീന് പൂർത്തീകരിച്ചത്, അതിനാണ് ഹിജറ ഉണ്ടായത്. ആ ഹിജറ വന്നുകൊണ്ട് റസൂലുള്ളാഹി ആദ്യം തന്നെ പറഞ്ഞത് ഏതാണ്? സമാധാനത്തിന് വേണ്ടി കഴിയുന്നത് ചെയ്യണം, അല്ലേ? സമാധാനത്തിന് വേണ്ടി കഴിയുന്നത് ചെയ്യണം. എന്നാൽ വാസ്തവത്തിൽ എന്താ ചെയ്യാ? ഈ ഫിത്നക്കാര് ഇതിനെതിരെ ഇവിടെ പ്രവർത്തിക്കും. ഒരാൾക്കും ഒരു സമാധാനമല്ല, ഒരാൾക്കും ഇവിടെ സുരക്ഷിതത്വമില്ല. ആകെ കുഴപ്പങ്ങളും കൊള്ളയും കൊലയും അതിക്രമങ്ങളും മാത്രം ഇവിടെ നടമാടും. ഇതിന് വേണ്ടി കുറെ ആളുകൾ ജീവിക്കും. ഇതാണ് റസൂലുള്ളാഹി ആ മുന്നറിയിപ്പ് നൽകിയത്. അത് ദീനിന്റേതായ
ദീനിന്റെ പേരിനെ അവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യും. ദീനിന്റെ പേരിന് അത്തരക്കാര് ദുരുപയോഗം നടത്തുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അബൂ ഖിലാബത്ത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അബൂ ഖിലാബത്ത് എന്ന് പറഞ്ഞാൽ താബഈങ്ങളിൽപ്പെട്ട ആളാണ്, വലിയ പണ്ഡിതനാണ്, ബുഖാരിയിലും മറ്റും അദ്ദേഹത്തിന്റെ ഹദീസുകളൊക്കെ നിറഞ്ഞു കിടക്കുന്നതാണ്. അബൂ ഖിലാബത്ത് എന്നവർ പറഞ്ഞിട്ടുണ്ട്, എന്ത് മബ്തദഅ ഖൗമുൻ ബിദ്അത്തൻ ഖത്തു ഇല്ലസ്തഹല്ലു ബിഹസ്സൈഫ. എന്താ മബ്തദഅ ഖൗമുൻ ബിദ്അത്തൻ ഖത്തു ഇല്ലസ്തഹല്ലു ബിഹസ്സൈഫ. ചില ബിദ്അത്തുകാരുണ്ട്, പുത്തൻ ആശയക്കാർ, പുത്തൻ വാദക്കാർ. ഈ പുത്തൻ വാദം ഇവരിങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ പുത്തൻ വാദം അംഗീകരിക്കാത്തവരെ കൊല്ലൽ അവർ ഹലാലാക്കും. കണ്ടോ? ഇത് അബൂ ഖിലാബത്ത് എന്നവർ പറഞ്ഞത് താബഈങ്ങളിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബിദ്അത്ത് വാദക്കാരുണ്ടല്ലോ, പുതിയ വാദം സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ, അവർ പുതിയ വാദക്കാരാണ് എന്ന തിരിച്ചറിവുണ്ടാവണമെങ്കിൽ ആ തിരിച്ചറിയാനുള്ള വഴി എന്താന്ന് വെച്ചിട്ടുണ്ടോ, ആ വാദം അംഗീകരിക്കാത്തവര് കൊല്ലപ്പെടേണ്ടവരാണ്. അവർ മുസ്ലിമീങ്ങളല്ല, അവർ മുശ്രിക്കീങ്ങളാണ്. പുതിയ വാദം കൊണ്ടുവരും, ആ പുതിയ വാദം അംഗീകരിക്കുന്നവരെ മുസ്ലിമീങ്ങളാവൂ. അത് അംഗീകരിച്ചവരെ മുഅ്മിനീങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റൂ. അതല്ലാത്തവർ മുഅ്മിനീങ്ങളല്ല, മുശ്രിക്കീങ്ങളാണ്, അവരെ കൊല്ലണം. ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഈ പറഞ്ഞത്. ആ സമൂഹത്തെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. കുഴപ്പങ്ങളെ അവരോട് ഉണ്ടാക്കുകയുള്ളൂ. ഇന്ന് നാം കാണുന്നതൊക്കെയും അതിന്റെ വിവിധ മുഖങ്ങളാണ്. ഇന്ന് ലോകത്ത് ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആളുകൾ മുഖം മറച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു. ആരാണ് ഇവര്? ആരാ ഇവർക്ക് വളവും ഊർജവും കൊടുക്കുന്നത്? എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ കണ്ട ഒരു ദീനുണ്ട്, അവർ പറയുന്ന ഒരു ദീനുണ്ട്. അത് അംഗീകരിക്കാത്തവരൊക്കെ കൊല്ലപ്പെടണം. അവര് പറയുന്ന ദീൻ അംഗീകരിക്കാത്തവരൊക്കെ കൊല്ലപ്പെടണം. വലിയ വലിയ മഹത്തുക്കളായ ഇമാമിയങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും മക്ബറുകളൊക്കെ തല്ലി തകർക്കുക, അതൊക്കെ ശിർക്കാണ്, ശിർക്കിന്റെ കേന്ദ്രങ്ങളാണ്. അപ്പൊ അവര് പറയണ ഒരു തൗഹീദുണ്ട്, അവര് പറയണ ഒരു ദീനുണ്ട്. അത് അംഗീകരിച്ചില്ലേ, അപ്പോ തലവെട്ടണം, കഴുത്തറക്കണം. ഇത് വാസ്തവത്തിൽ ഇന്നും നിലങ്ങളുണ്ടായതൊന്നുമല്ല. ഈ ഫിത്തനക്കാര് ആദ്യം മുതൽക്കേ പല കോലത്തിലും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് ആദ്യമായി സമൂഹത്തിൽ ഈ ഫിത്തനക്കാര് തലപൊക്കിയത്. അതെന്താന്ന് വെച്ചാൽ സഹാബത്തിനിടയിലുണ്ടായ തർക്കം, അഭിപ്രായ വ്യത്യാസം, പ്രശ്നം. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി അത് അവസാനിപ്പിക്കാൻ മസ്ലഹത്താവാൻ വേണ്ടി രണ്ട് ഭാഗത്തു നിന്നും രണ്ട് വിധികർത്താക്കളെ നിശ്ചയിച്ചു. ഒന്ന് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, പിന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ രണ്ട് സഹാബിമാരെ വിധികർത്താക്കളായി നിശ്ചയിച്ചു. അവർ ഈ വിഷയത്തിൽ ഒരു വിധി പറഞ്ഞാൽ അത് രണ്ടു വിഭാഗവും അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സന്ധിയാവുകയും അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുകയും മസ്ലഹത്താവുകയും ചെയ്യുക. അങ്ങനെയാണല്ലോ ചെയ്യാനുള്ളത്. ഇതിന് തീരുമാനമായപ്പോ, അതിന്റെ മുമ്പ് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്നും നടക്കുന്ന കാര്യമല്ല, വളരെ വലിയ വിശാലമായ സംഭവങ്ങളാണ്. ഇത് ഈ ചരിത്രത്തിന്റെ ഒരു പുതിയ വഴിത്തിരിവാണ്. ഇവിടെ വെച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കപ്പെടാനും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും സഹാബത്തിനിടയിൽ ധാരണയായി, അല്ലെങ്കിൽ തർക്കത്തിൽ നിൽക്കുന്ന ഇരു വിഭാഗങ്ങൾക്കിടയിൽ ധാരണയായി. ഈ രണ്ട് വിധികർത്താക്കൾ പറയുന്ന വിധിക്കനുസരിച്ച് എന്താവണം? മസ്ലഹത്താവണം. ഇത് തീരുമാനമായി രണ്ട് വിഭാഗം എന്ന് വെച്ചാൽ അന്നത്തെ എല്ലാ മുസ്ലിമീങ്ങളും ഇത്തിഫാക്കായിട്ട്, അന്ന് ജീവിച്ചിരിക്കുന്ന സഹാബിമാരും അല്ലെങ്കിൽ ആ വിഷയത്തിൽ പങ്കെടുത്ത സഹാബിമാരും ബാക്കിയുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഏകോപിതരായി അംഗീകരിച്ച ഒരു സ്ഥിതി, ഒരവസ്ഥ. ഇത് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം തലപൊക്കി, സമൂഹത്തിൽ ഒരു വിഭാഗം പുറപ്പെട്ടു. ഖവാരിജുകൾ എന്നാണ് അവരെ സംബന്ധിച്ച് പിന്നീട് അറിയപ്പെട്ടത്. അത് പുറപ്പെടും, അത്തരക്കാരിവിടെ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ സ്വഭാവവും അവരുടെ വിശദാംശങ്ങളും അവരുടെ അടയാളങ്ങൾ പോലും റസൂലുള്ളാഹി വളരെ കൃത്യമായി സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടും പഠിപ്പിച്ചിട്ടും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു ഈ സംഭവം അങ്ങോട്ടുണ്ടായപ്പോ ഒരു വിഭാഗം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് പറഞ്ഞത് എന്താണെന്നല്ലേ? അത് വിധി പറയാനാണ് ഈ രണ്ടുപേരെ ഏൽപ്പിച്ചത്, അല്ലെ? വിധി കൽപ്പിക്കുക, നിയമം കൽപ്പിക്കുക, വിധി പറയുക എന്നത് അള്ളാഹുവിന്റെ മാത്രം അർഹതയാണ്. കാരണം എന്താ?
ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വിധി കർത്താവ് അള്ളാഹു മാത്രമാണ്, വിധി കൽപ്പിക്കാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അബൂ മൂസൽ അശ്അരിയെയും അംർ ഇബ്നുൽ ആസ് എന്നവരെയും വിധി കൽപ്പിക്കാൻ വേണ്ടി സഹാബത്ത് ഏൽപ്പിച്ചപ്പോ, അല്ലെങ്കിൽ അന്നത്തെ മുസ്ലിമീങ്ങൾ ഏൽപ്പിച്ചപ്പോ, വിധി കൽപ്പിക്കാൻ ഉള്ള അർഹത ഇവർക്ക് വകവെച്ചു കൊടുത്തു. മനസ്സിലാക്കണം, വിധി കൽപ്പിക്കാനുള്ള അർഹത ഇവർക്ക് വകവെച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. ഉണ്ടോ? പോണ പോക്കൊക്കെ നിങ്ങൾ. അള്ളാഹുവിന് മാത്രമുള്ള അർഹത സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. ഷിർക്ക് ചെയ്തു. ആര് ഷിർക്ക് ചെയ്തു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയുള്ള പ്രഗൽഭരായ സഹാബിമാരൊക്കെയും ഷിർക്ക് ചെയ്തു. ഇങ്ങനൊരു വാദം ഈ സമൂഹത്തിൽ തലപൊക്കി ഉണ്ടായി. ഇത് ചരിത്രല്ലേ? എന്താ അവർ ന്യായം പറഞ്ഞത്? അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. ഷിർക്കാണ് ചെയ്തത്. അശ്റക്ത യാ അലിയു ഫീ ദീനില്ലാഹി റിജാൽ, അലിയെ അള്ളാഹിന്റെ ദീനിൽ നിങ്ങൾ ഷിർക്ക് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഷിർക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താവണം? തൗബ ചെയ്യണം, മുസ്ലിം ആവണം. ഇന്ന് മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്ന ഷിർക്ക് ആരോപിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരുടെ പാരമ്പര്യമാണത്. എന്താ പറയണത്? അലി റളിയല്ലാഹു അൻഹു പ്രസംഗിക്കാൻ നിന്നാൽ ഇവർ നാനാഭാഗത്തുനിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ് എന്ന് വിളിച്ചു പറയും. വിധി കർത്താവ് അള്ളാഹു മാത്രം, വിധിക്കാനുള്ള അർഹത അള്ളാഹുവിന് മാത്രം. അവരുടെ തൗഹീദ് അവർ വിളിച്ചു പറയും. വിധിക്കാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അത് അബൂ മൂസൽ അശ്അരിക്കും അംർ ഇബ്നുൽ ആസിനും നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് ഷിർക്ക് ചെയ്തിരിക്കുന്നു, തൗബ ചെയ്യണം. ഇതിങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോൾ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു മറുപടിയായി പറഞ്ഞു എന്നൊന്ന്, കലിമത്തു ഹഖ്ഖിൻ യുറാദു ബിഹൽ ബാത്തിലൂൻ, കലിമത്തു ഹഖ്ഖിൻ യുറാദു ബിഹൽ ബാത്തിലു. അതെ, ആ പറഞ്ഞത് ഹക്കാണ്, പക്ഷെ ഉദ്ദേശം ബാത്തിലാണ്. എന്ന് വെച്ചാൽ വിധി കർത്താവ് അള്ളാഹു മാത്രം, അതിലൂടെ ആർക്കും തർക്കമില്ല. വിധിക്കാനുള്ള അർഹത അള്ളാഹുവിന് മാത്രമുള്ളതാ, അതിൽ ആർക്കും ഇവിടെ തർക്കമല്ല, ഒരു തർക്കമല്ല. അള്ളാഹുവിന്റെ തന്നെയാണ് വിധി. അള്ളാഹു ആണ് സൃഷ്ടാവ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അവന്റെ അടിമകളോട് വിധി കൽപ്പിക്കാനുള്ള അർഹത അള്ളാഹുവിന് മാത്രം. അത് ഹക്കാണ്, ആർക്കും തർക്കമില്ല. പക്ഷെ അതിനെവിടെ ഉപയോഗിക്കുന്ന ദുരുപയോഗമാണ്, അത് ബാത്തിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഈ രണ്ടുപേരെ വിധികർത്താക്കളായി നിശ്ചയിച്ചത് അവരുടെ സ്വന്തം നിയമം പറയാനല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമത്തിന് അപ്പുറം ഒരു നിയമം പറയാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി തങ്ങളുടെ ദീനും സുന്നത്തും നോക്കി പരിശോധിച്ചുകൊണ്ട് അതിൽ ഉള്ള ഈ തർക്കത്തിൽ നിൽക്കുന്ന വിഷയത്തിൽ എന്താണ് ഈ വിഷയത്തിൽ ദീനിന്റെ വിധി, അത് കണ്ടെത്തി കൽപ്പിക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ വിധിക്ക് അപ്പുറം ഒരു വിധി പറയാനല്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവന് വേണ്ടി വിധി പറയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ വിധി പറയാൻ വേണ്ടിയിട്ടാണ്. അത് അള്ളാഹുവിന്റെ ഇതിന് പ്രകാരമുള്ള ഏൽപ്പിക്കലാണ്. അങ്ങനെയല്ലേ ഉള്ളത്? കുടുംബ കോടതിയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കമുണ്ടായാൽ ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹാ, വിധികർത്താക്കൾ നിശ്ചയിക്കാനല്ലേ പറഞ്ഞത്? അത് അള്ളാഹുവിന്റെ നിയമത്തിന് അപ്പുറം പറയാനല്ല, ആ നിലനിൽക്കുന്ന വിഷയത്തിൽ എന്താണോ അള്ളാഹുവിന്റെ ഹുക്മ് അത് കണ്ടെത്തി പറയാനാണ്. അല്ലെ? എന്നതുപോലെ അന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഈ വിഷയം, അതിൽ എന്താണോ അള്ളാഹുവിന്റെ ദീനിന്റെ വിധി അത് പറയാൻ, അത് അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിന്റെ സമ്മതപ്രകാരമുള്ള പറയലാണ്, അള്ളാഹ്ക്ക് അപ്പുറം പറയലല്ല. അപ്പോ ആരും ഇവിടെ അള്ളാഹുവിന്റെ അർഹത പരമമായി മറ്റൊരാൾക്ക് വകച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന് തന്നെയാണ് വിധി കൽപ്പിക്കാനുള്ള അർഹത. അത് ഇവരെ കൊണ്ട് പറയിപ്പിക്കുമ്പോ ഇവരെ അള്ളാഹക്കല, ഇവരെ ഇലാഹാക്കല. അതെങ്ങനെ ഷിർക്കാവുന്നത്? പക്ഷെ അത് ഷിർക്കാണെന്ന് ഇവർ തീരുമാനിച്ചു, അത് തൗഹീദിനെതിരാന്ന് ഇവർ തീരുമാനിച്ചു. ഇതന്നെയാണ് ഇന്ന് ആവർത്തിക്കുന്നത്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രം, അതിലൂടെ ആർക്കും ഒരു തർക്കമല്ല. അങ്ങനത്തെ തർക്കിച്ച ആള് മുസ്ലിമാണെന്നോട് ആർക്കും അഭിപ്രായമല്ല. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. പക്ഷേ അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, അള്ളാഹുവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, അള്ളാഹുവിന്റെ പരമാധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാവൂല. അങ്ങനെ ശിർക്കാവുകയാണെങ്കിൽ എല്ലാം ശിർക്കാവണം. അവിടെ ഭൗതികം എന്നുള്ള വ്യത്യാസം ഉണ്ടാവാനും പറ്റൂല. എല്ലാ കാര്യങ്ങളും, ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ സമ്മതപ്രകാരം മാത്രമേ ഇവിടെ ആർക്കും ചെയ്യാൻ കഴിയൂ. അതാണ് തൗഹീദ്. അള്ളാഹുവിന്റെ സമ്മതത്തിനപ്പുറം ഇവിടെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണെങ്കിലോ അത് ശിർക്കാവൂല.
എന്നല്ലാതെ ആരാധന അല്ലാഹുക്കല്ലാത്തവർക്ക് അർഹത ഉണ്ടെന്ന് ഇവിടെ ആരും പറയണില്ല. കലിമത്തു ഹഖ്ഖിൻ യുറാദു ബിഹൽ ബാത്തിലു. ഇത് അന്ന് അലി എന്നവരെ മുഖത്ത് നോക്കി പറഞ്ഞ ആ ശിർക്ക് ആരോപണമാണ് ഇന്നും മുസ്ലിം ഉമ്മത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ചില ആളുകൾ വിളിച്ചു പറയുന്നത്. തിരിച്ചറിവില്ലായ്മയാണ്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയാറുണ്ട് പലപ്പോഴും, അറിവല്ല തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. തിരിച്ചറിവില്ലാത്ത കുഴപ്പമാണത് പറ്റിയത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന് മുസ്ലിമീങ്ങളെ മുഖത്ത് നോക്കി ഓതുന്ന ആയത്തുകൾ, ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഓതുന്ന ആയത്തുകൾ അലി എന്നവരെ മുഖത്ത് നോക്കിയിട്ട് ഓതിയിട്ടുണ്ട്. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക എന്ന ഈ ആയത്ത് ഇന്ന് മുസ്ലിമീങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ശിർക്ക് ആരോപിക്കുന്ന ആളുകൾ ഓതുന്ന ആയത്ത് അന്ന് അലി എന്നവരെ മുഖത്ത് നോക്കി ഓതിയിട്ടുണ്ട്. അന്ന് സഹാബത്ത് മുഴുവനും മുശ്രിക്കാണെന്നവർ ആരോപിച്ചു. ഫിത്നയുടെ തുടക്കം മനസ്സിലായ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടലായിരുന്നു ആ വാതിൽ പൊട്ടുക എന്ന് പറഞ്ഞാൽ. ഫിത്നക്കാരെ തടഞ്ഞു നിർത്തുന്ന കവാടം, ഗേറ്റ് പൊട്ടുക എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബ് എന്നവർ കൊല്ലപ്പെടലായിരുന്നു. അവിടെ നിന്ന് പിന്നെ പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങി. അത് പിന്നെ വർദ്ധിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ കൊല്ലപ്പെടുന്നതിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീട് അലി എന്നവർ അധികാരമേൽക്കുകയും പിന്നീട് കുഴപ്പങ്ങളായിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. തുടരെ പിന്നെ ഫിത്നകൾ തന്നെയാണ്, പിന്നെ അവസാനിച്ചിട്ടില്ല. ഈ ആരോപണങ്ങളും ഈ ആരോപണങ്ങൾ, ഈ കാഫിറാക്കലും ഈ മുശ്രിക്കാക്കലും എങ്ങനെയുള്ള സ്വഭാവം അന്ന് തൽക്കാലം അലി എന്നവർ അവരെ അടിച്ചൊതുക്കി, നെഹ്റുവാനിൽ വെച്ചുകൊണ്ട് അടിച്ചൊതുക്കി അവരെ നിരത്തി, അത് അവസാനിപ്പിച്ചു. പക്ഷെ അന്ന് ചില ആളുകളൊക്കെ, ഒളിച്ചോടിയ ആളുകളൊക്കെ നമുക്കുണ്ടല്ലോ, നമുക്ക് കേൾക്കാറുണ്ടല്ലോ, തെക്കൻ കേരളത്തിലേക്ക് ഒളിച്ചോടിയ ആളുകളെ സംബന്ധിച്ച് കേട്ടില്ലേ? അന്ന് അലി എന്നവരെ കയ്യിൽപ്പെടാതെ ഒളിച്ചോടിയ ആളുകളൊക്കെ എന്ത് ചെയ്തു? പിന്നെ തലപൊക്കിയിട്ട് വേറെ ചില കോലങ്ങളിൽ വന്നു. പല കാലഘട്ടങ്ങളിലും ഇതുപോലെയുള്ള ആരോപണം കൊണ്ട് ഇവർ രംഗത്ത് വരാൻ തുടങ്ങി. പിന്നീട് ഈ ഖവാരിജിന്റെ ശേഷം ഇത്തരം നിലപാട് സ്വീകരിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിൽ പ്രധാനികളാണ് പിന്നെ മുഅ്തസിലത്ത് എന്ന് പറയുന്ന വിഭാഗം. ഈ മുഅ്തസിലത്തിന്റെയും വാദങ്ങൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു എന്നാരോപിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് കണ്ട മഹാന്മാരായ പണ്ഡിത പടുക്കളിൽ മഹാന്മാരായ പല ആളുകളെയും മുശ്രിക്കീങ്ങളാക്കി. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ ഖുർആനിന്റെയും ഹദീസിന്റെയും പണ്ഡിതന്മാർ മുശ്രിക്കീങ്ങളാണെന്ന് ഇവിടെ ആരോപിക്കപ്പെട്ടു. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അഹ്മദ് ഇമാമിനെ ജയിലിലടച്ചു, അതിക്രൂരമായി പീഡിപ്പിച്ചു, ബോധം നഷ്ടപ്പെടുവോളം അടിച്ചു, വല്ലാതെ പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ വർഗം. അങ്ങനെ വലിയ ആളുകൾ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അബൂ യാക്കൂബുൽ ബുവൈത്തി. ഇമാം ഷാഫിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ആ അബൂ യാക്കൂബുൽ ബുവൈത്തിയുടെ മുഖത്ത് നോക്കി ഷാഫി മാമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചങ്ങലയിൽ കിടന്നിട്ടാണ് മരിക്കാന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് കാലങ്ങൾക്ക് ശേഷം ഈ ഫിത്ന ഉണ്ടായി, ഈ ശിർക്ക് ആരോപണം ഉണ്ടായി. അവർ പറയുന്നത് പോലെ അവരുടെ തൗഹീദ് സ്വീകരിക്കാൻ തയ്യാറാവാത്തതിന്റെ പേരിൽ അബൂ യാക്കൂബുൽ ബുവൈത്തിയെ അറസ്റ്റ് ചെയ്തു. ചങ്ങല കഴുത്തു മുതൽക്ക് കാല് വരെ ഭാരമേറിയ ചങ്ങല കൊണ്ട് ബന്ധിച്ചു, ജയിലിലിട്ടു. ആ ചങ്ങലയിൽ കിടന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മരിച്ചത്. ഇങ്ങനെ വലിയ ആളുകളൊക്കെ എന്ത് ചെയ്തു? ശിർക്ക് ചെയ്യുന്നവരായി. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസ്റുൽ ഖുസായി വലിയ പണ്ഡിതന. അദ്ദേഹത്തിന്റെ തല വെട്ടി വീണു. ഉരുണ്ട് വീണ തല ഖുർആൻ ഓതി എന്നാണ് ചരിത്രം. ആ തല ഒരു ഭാഗത്തും ഉടൽ മറ്റൊരു ഭാഗത്തും ബഗ്ദാദിന്റെ 2 ഭാഗങ്ങളിലായി മാസങ്ങളോളം കുന്തത്തിൽ നാട്ടി വെച്ചു. എന്നിട്ട് അവിടെ കഴുത്തിൽ ഒരു എഴുതി തൂക്കി, ഇത് മുശ്രിക്കും കാഫിറുമായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസായിയുടെ തലയാണെന്ന് എന്ത് ചെയ്തു? എഴുതി ഒട്ടിച്ചു. ശിർക്ക് ആരോപിച്ചുകൊണ്ട് എഴുതി ഒട്ടിച്ചു. ആ തല പോലും എന്ത് ചെയ്യാറുണ്ട്? ആ കെട്ടിത്തൂക്കിയ തല പോലും ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ കെട്ടിത്തൂക്കിയ ആ തല പോലും ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. ഇങ്ങനെ മഹാന്മാരായ ആളുകൾക്ക് നേരെ ശിർക്ക് ആരോപിക്കുന്ന സമ്പ്രദായം ഈ ഫിത്നക്കാര് തുടങ്ങി വെച്ചതാണ്. എന്താ കാരണം? തിരിച്ചറിവില്ലായ്മ. അതാണ് ബഹുമാനപ്പെട്ട അബൂ ഖിലാബത്ത് എന്നവരെ പറഞ്ഞത്, ഈ ഖൗമ് കൊണ്ടുവരുന്ന ബിദ്അത്ത് അത് അംഗീകരിക്കാത്തവരൊക്കെ ദീനിന്റെ പുറത്തായിരിക്കും. അവരൊക്കെ ശിർക്ക് ചെയ്യുന്നവരും ഇസ്ലാമിന്റെ പുറത്തുള്ളവരും. മുശ്രിക്കാവുമ്പോൾ പിന്നെ തലവെട്ടണം. ഇല്ലസ്തഹല്ലു ബിഹ സൈഫ, പിന്നെ സൈഫ് ഹലാലാണ്, വാളുപയോഗിക്കൽ ഹലാൽ, അഥവാ തലവെട്ടൽ ഹലാലാണ്. ഇതാണ് പിന്നെ ചരിത്രത്തിൽ കണ്ടതൊക്കെ. ഈ ഖവാരിജ് എന്തൊക്കെ ചെയ്തു? ബഹുമാനപ്പെട്ട ഖബ്ബാബുൽ അർത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ
അബ്ദുള്ള എന്നവര് തന്റെ ഗർഭിണിയായ ഭാര്യയുമായിട്ട് അതുവഴിക്ക് വന്നപ്പോ ഇവര് ഒരു പ്രത്യേക സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അവരുടെ ഇസ്ലാം അങ്ങനെ നടപ്പിലാക്കാൻ തുടങ്ങിയവര് അതുവഴിക്ക് വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും പിടിക്കും. എന്നിട്ട് ഹബ്ബാബിൽ നടത്തുന്നവരെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെന്ന് അലീനെ സംബന്ധിച്ച് എന്താ എന്റെ അഭിപ്രായം എന്ന് വെച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, അലി എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? വലിയ മഹാനാണ്, അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബമാണ്, ഏറ്റവും വലിയ തഖ്വയുള്ള ആളാണ്, അവരൊക്കെ മഹാന്മാരല്ലേ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ അദ്ദേഹത്തെ പുഴന്റെ വക്കത്ത് കൊണ്ടുപോയി കെടുത്തിയിട്ട് അറുത്തങ്ങോട്ട് കൊന്നു. നാം കാണില്ലെന്ന് അറുക്കുന്ന സ്വഭാവം, ആ അറുത്തങ്ങോട്ട് കൊന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയെ പിടിച്ചു. ഭാര്യ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, കരുണ കാണിക്കണം എന്ന് പറഞ്ഞപ്പോ അതുപോലും കേൾക്കാതെ ആ സ്ത്രീയുടെ വയറ് കുത്തിക്കീറി കുട്ടിയെ പുറത്തെടുത്തു, ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കിയ ചരിത്രമാണ് ഖവാരിജികൾക്ക് പറയാനുള്ളത്. എന്താ അതിന്റെ കാരണം? അവർ പറഞ്ഞ തൗഹീദ് സ്വീകരിക്കാത്തവരൊക്കെ മുശ്രിക്കാണ്, അവരെ കൊല്ലണം. ഇതാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാട്ടിൽ ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് നടക്കൂല, അതുകൊണ്ട് ചെയ്യണില്ല. നടക്കുന്ന ഒരു കാലം അള്ളാഹു കാക്കട്ടെ. അത് നടത്താൻ ചില ആളുകൾക്ക് സാധിച്ചപ്പോ ഇന്ന് ഇറാഖിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ കാണുന്നത് ഇതിന്റെ ഒക്കെ ആവർത്തനമാണ്. ഇതിന്റെ ഒക്കെ കാരണം എന്താന്ന് വെച്ചാൽ ആ സ്വന്തമായി ദീനിൽ അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ചു, മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു വരുന്ന യാഥാർത്ഥ്യങ്ങൾ ധിക്കരിച്ചു, അവരെ സ്വന്തമായി തീരുമാനിച്ചു. ഇത് കുഴപ്പങ്ങൾക്ക് വഴിവെച്ചു. ഈ കുഴപ്പം അവസാനിക്കുന്നതല്ല, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതും. ഇതാണ് റസൂലുള്ളാഹി നമ്മെ മുന്നറിയിപ്പ് നൽകിയതും. ഇതിനെതിരാണ് നമ്മോട് പ്രവർത്തിക്കാൻ ബദലുസ്സലാമിൽ ആലം, എല്ലാവർക്കും സലാം ഉണ്ടാവാൻ വേണ്ടി കഴിയുന്നത് ചെയ്യണം. അതാണ് അഫ്ഷുസ്സലാം, അയ്യുഹന്നാസ് അഫ്ഷുസ്സലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും. ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അത്തരം ഫിത്നക്കാരുടെ ഫിത്നകളിൽ അകപ്പെട്ടു പോകുന്നത് ന്യായങ്ങളും ഞൊണ്ടി ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, യുക്തിവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ദീനിനെ വിലയിരുത്താനും ദീനുണ്ടാക്കാനും ശ്രമിക്കുന്നത് അപകടമാണ്. അള്ളാഹുന്റെ ദീന് കൊണ്ട് കളിച്ചാൽ അള്ളാഹു വെറുതെ വിടുകയില്ല. ഇത്തരം അപകടങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഒരിക്കലും ലോകത്ത് സമാധാനം ഉണ്ടാവുകയില്ല. ദീൻ ഇവിടെ വന്നത് തന്നെ സമാധാനത്തിനാണ്. ദീൻ എവിടെ വന്നോ അവിടെ സമാധാനം ഉണ്ടാവണം. അതിനാണ് ഇവിടെ ദീൻ വന്നിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർറാഹിമീനായ അല്ലാഹ്, പാപികളായ ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ ദിവസങ്ങളിൽ വളരെ പുണ്യമേറിയ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ദോഷങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ മേൽ തൗബ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വാലിഹായ അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രത്യേകമായി മുഹറം 9, 10 ദിവസങ്ങളിൽ നീ സ്വീകരിക്കുന്ന സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബാദികൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് സമാധാനം ഇസ്സത്തും നൽകണേ റഹ്മാനെ. മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ ആരാണെങ്കിലും അവരെ നീ നിലക്ക് നിർത്തണേ അല്ലാഹ്. മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സമാധാനവും സുരക്ഷിതത്വവും